അതായത് ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇതിനകത്ത് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇത് പണ്ടേ ഇതിനെ 10-15 വർഷത്തിന് മുമ്പ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും പക്ഷെ ഇത് പലപ്പോഴും മതവാദികൾ ഇപ്പൊ ഈ അടുത്തിടെ തന്നെ ഒരു ഒരു പയ്യൻ ഇത് ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ചു. 12 വയസ്സോ 13 വയസ്സോ ഉള്ള ഒരു പയ്യൻ ഈ ആർഗ്യുമെന്റ് ഉപയോഗിച്ചു. അതുകൊണ്ട് അതാണ് ദൈവത്തിന്റെ അസ്തിത്വം എന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രചരണം ഇവിടെ നടക്കുന്നു. എനിക്ക് ഒരുപാട് പേര്, കണ്ടമാനം പേര് ഇത് എന്റെ മെസ്സേജ് ബോക്സിലേക്കൊക്കെ അയച്ചു തന്നു. ഇതിന് എന്താണ് ഉത്തരം? ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ്, ഇതൊക്കെ എത്ര പഴഞ്ചൻ, എത്ര കഴമ്പില്ലാത്ത ഒരു വാദമാണ്. പക്ഷെ ഇത് തന്നെയാണ് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് വരുന്നത്. എന്താണ് ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പ്രപഞ്ചത്തിലെ ഈ ഭൂമിയുടെ ഒരു സാന്നിധ്യം അത് സൂര്യനിൽ നിന്നൊരു നിശ്ചിത അകലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു. അത് കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടോ, അല്ല പപ്പു പറയുന്നതാണ് ഇച്ചിരി അങ്ങോട്ടോ ഇച്ചിരി ഇങ്ങോട്ടോ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല, ജീവൻ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരാള് ഇതെല്ലാം കൊണ്ടുവന്ന് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ വാദം. ഈ വാദം ആക്ച്വലി ഫിലോസഫിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടോ ലോജിക്കലായിട്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ലാത്തൊരു വാദമാണ്. ഇത് മതമനസ്സിന്റെ ഒരു വിഹലതയാണ്. ഇറ്റ്സ് എ ഡെല്യൂഷൻ ഓഫ് ദ റിലീജിയസ് മൈൻഡ്, ഇതാണ് പറയാ. അപ്പം അതല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു എന്താ പറയാ സാധുത ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇത് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് തന്നെ മതമനസ്സ് ഇങ്ങനെ ഒരു ഡെല്യൂഷൻ അവതരിപ്പിക്കുന്നുണ്ടാണ്. അതിനെ ഫിലോസഫിക്കലായിട്ട് ന്യായീകരിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ 2-3 ദിവസം വരുന്ന തർക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കും. പക്ഷെ എന്തായാലും ഈ പറയുന്ന കൃത്യതയോ സൂക്ഷ്മ സംവിധാനമോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈൻ ട്യൂണിങ്ങോ ഒന്നുമില്ല. ഭൂമി ഇപ്പൊ സൂര്യനിൽ നിന്ന് തന്നെ അത് തന്നെ നോക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളത് ആക്ച്വലി അത് സ്ഥിരമായ ഒരു അകലമല്ല, സ്ഥിരമായ ഒരു പന്താവല്ല, അത് എക്കാലത്തും സ്ഥിരമായിരുന്നില്ല. ഭൂമി വളരെ സജീവമായിട്ടുള്ള, മാറിക്കൊണ്ടിരിക്കുന്ന, ഇവോൾവിങ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണ്. ഇപ്പോ ഇനി വേറൊരു കാര്യം, ഈ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് പ്രധാനമായിട്ടുള്ളത്? നമ്മൾക്ക് മാത്രമാണ്. ഓൺലി വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ, എസ്പെഷ്യലി യൂണിവേഴ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ജീവി നമ്മൾ മാത്രമാണ്. പക്ഷെ നമ്മളിൽ യൂണിവേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ ഒരു വഴിയില്ല. കാരണം നമ്മൾ വരുന്നതിന് ഒരുപാട് മുന്നേ യൂണിവേഴ്സ് ഉണ്ട്. യൂണിവേഴ്സിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 13.8 ബില്യൺ എന്നുള്ള ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്നത് എത്രയാണ്? നമ്മൾ വരുന്ന 2 ലക്ഷം 3 ലക്ഷം വർഷത്തിന് മുന്നെയാണ് നമ്മൾ വരുന്നത്. അതായത് പഴയ കാൾ സാഗന്റെ ആ കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടായിട്ട് 365 ദിവസമായിട്ടുണ്ടെങ്കിൽ ആ 365-ാമത്തെ ദിവസത്തിന്റെ അവസാനത്തെ മണിക്കൂറിലെ 54-ാമത്തെയോ 55-ാമത്തെയോ മിനിറ്റിൽ കടന്നു വരുന്ന ഒരു കഥാപാത്രമാണ് ഹോമോ സാപ്പിയൻസ്, അല്ലെങ്കിൽ ഇപ്പൊ ഹോമോ സാപ്പിയൻസ് എന്നേ പറയാറുള്ളൂ. ആ ജീവി അല്ലെങ്കിൽ ആ സ്പീഷീസ് ആണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കാനും പ്രപഞ്ചത്തിനെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കാനും നിരൂപിക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. ആ ജീവിയാണ്. അപ്പം ഈ പ്രപഞ്ചം നമ്മളോട് പ്രപഞ്ചത്തിന് യാതൊരു ബാധ്യതയില്ല. പ്രപഞ്ചം നമുക്കൊന്നും തിരിച്ചു തരാനോ. ഈ ആയൻ ഹിർസി അലിയും റിച്ചർഡ് ഡോക്കൻസുമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ ആയൻ ഹിർസി അലി ക്രിസ്ത്യൻ ആയതിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. പ്രപഞ്ചം നമുക്ക് എന്തു നൽകുന്നു എന്ന്. പ്രപഞ്ചം എന്ത് നൽകാനോ? പ്രപഞ്ചം നമുക്കൊന്നും നൽകുന്നില്ല, നമ്മൾ അങ്ങോട്ടും കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് വാങ്ങിക്കുന്നുമില്ല. നമ്മൾ ഈ പാഷൻ വരുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ് ആയതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു സിനിമ കാണുന്ന പ്രേക്ഷകന്റെ കണക്ക് നിങ്ങൾക്ക് കരച്ചിലും ചിരിയൊക്കെ വരുന്നു. പക്ഷെ നിങ്ങൾ ആ സിനിമയിൽ ഇല്ല, മനസ്സിലായില്ല? നിങ്ങൾ അതിനകത്തില്ല. അത് തന്നെ വ്യാജമാണ്. ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കരച്ചിലും കണ്ണീരും ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ, പക്ഷെ ആ ഒരു ആക്ഷനിൽ നിങ്ങളില്ല, നിങ്ങൾ ഒരിക്കലും അഭിനയിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതേപോലെയാണ് ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട്, പ്രപഞ്ചത്തിന്റെ ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇത് എനിക്കാണ്, എനിക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള നമ്മളുടെ ഇതിന് റിലീജിയസ് ഡെല്യൂഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി ഈ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ശാസ്ത്രീയമായിട്ട് തന്നെ നോക്കുക. ഭൂമി സൂര്യനിൽ നിന്ന് ഏതെങ്കിലും ഒരു കൃത്യമായ അകലത്തിൽ സംവിധാനിച്ചത് കൊണ്ടാണോ ഇവിടെ ജീവൻ ഉണ്ടായത്? ഒന്നാമത് ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലം കൃത്യമല്ല. അല്ലെങ്കിൽ കൃത്യം എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നശിച്ചു പോകുന്നുള്ളല്ലേ കൃത്യം. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നെങ്കിൽ നശിച്ചു പോകുന്നുള്ളു. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നാലും നശിച്ചു പോകില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാകുമായിരുന്നില്ല. കാരണം ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഇവിടെ ജീവൻ ഉണ്ടാകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദൂരമല്ല. സൂര്യനിൽ നിന്ന് ഒരു സുമാർ അല്ലെങ്കിൽ
ശരാശരി 15 കോടി കിലോമീറ്റർ ആണ് ഭൂമിയുടെ അകലം, ശരാശരി അകലം. അപ്പൊ ഈ 15 കോടി കിലോമീറ്റർ ഒരു എലിപ്റ്റിക്കലായിട്ടുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഭ്രമണപഥമാണ്, അല്ലെങ്കിൽ ഓർബിറ്റ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ സൂര്യനോട് അടുത്ത് വരും, ചില സമയങ്ങളിൽ സൂര്യനിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ നമ്മൾ അകന്നു പോകുന്നതിനെ അഫീലിയൻ എന്നും അടുത്ത് വരുന്നതിനെ പെരീലിയൻ എന്നും വിളിക്കും. അപ്പം അഫീലിയൻ എന്ന് പറയുന്നത് ഏതാണ്ട് 15 കോടി 21 ലക്ഷം കിലോമീറ്റർ, അല്ലെ 22 ലക്ഷം കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി ആകാറുണ്ട്. നമ്മൾ അത്രയും അകന്നു പോവുക, 15, 21. പെരീലിയൻ ആണെങ്കിൽ നമ്മൾ അടുത്ത് വരികയാണ്. അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ 14.71 കോടി കിലോമീറ്റർ. 14.71 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് ഒരു 51 ലക്ഷം കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് സൂര്യൻ ചില സമയങ്ങളിൽ 50 ലക്ഷം കിലോമീറ്റർ വരെ അകന്നു പോകാം ഇപ്പോൾ ഉള്ളതിൽ നിന്ന്. ചില സമയങ്ങളിൽ ഇതിന്റെ രണ്ടിന്റെ ഇത് വെച്ച് നോക്കുക, അപ്പീലിയനും പെരീലിയനും അടുത്ത് വരുന്നതും അകന്നു വരുന്നതും. അപ്പൊ അത് ഒരു സ്ഥലത്തല്ലല്ലോ, ഇതിനിടയ്ക്കൂടെ ആയിരിക്കും മിക്കവാറും സമയങ്ങളിൽ പോവുക. അത് എത്ര വലിയ ദൂരമാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചന്ദ്രനും ഭൂമിയായിട്ടുള്ള അകലം നോക്കിയാൽ മതി. ചന്ദ്രനും ഭൂമിയായിട്ടുള്ള ശരാശരി അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,80,000 കിലോമീറ്റർ ആണ്. ഈ 3,80,000 കിലോമീറ്ററിലാണ് ചന്ദ്രൻ നിന്നുകൊണ്ട് ഈ ഭൂമിയിലെ സർവ്വ ജീവിത വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത്. ഈ 3.80 ആണ്. കൂടിയും വരും, അപ്പോജി പെരീജി വരും. പക്ഷെ എന്നിരുന്നാലും ഞാനൊരു ശരാശരി ദൂരം പറഞ്ഞാണ്. ഈ 3,80,000 കിലോമീറ്റർ അകലെ നിൽക്കുന്ന ഒരു ചെറിയ ഗോളം നമ്മൾ ചെലുത്തുന്ന സ്വാധീനം നിങ്ങൾക്കറിയാം. അവിടെയാണ് ഈ സൺ, സോളാർ സിസ്റ്റത്തിന്റെ അധീപനായിട്ടുള്ള സൺ 50 ലക്ഷം കിലോമീറ്ററിന്റെ വ്യതിയാനം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ സ്ഥിരമല്ല, നമ്മൾ നിശ്ചിത അകലത്തിലുമല്ല, ഇത്രയും വലിയൊരു വ്യതിയാനം ഉണ്ട്. പിന്നെ നമ്മുടെ ഭ്രമണപഥം സ്ഥിരമല്ല, 2-3 രീതിയിൽ സ്ഥിരമല്ല. ഒന്നാമത് നമ്മുടെ ഭ്രമണപഥത്തിൽ മെലങ്കോവിച്ച് സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതനുസരിച്ച് നമ്മളെ ഭ്രമണപഥത്തിന്റെ ആകൃതി ദീർഘവൃത്താകൃതിയും വൃത്താകൃതി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു നിശ്ചിത അകലത്തിൽ തന്നെയായിരിക്കും സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുക, ഓർബിറ്റ് ചെയ്യുക. അപ്പൊ അവിടെ അഫീലിയനും പെരീലിയനും ഉണ്ടാവില്ല. അഫീലിയനും പെരീലിയനും ഉണ്ടാവാൻ കാരണം എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള ഭ്രമണപഥം ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് തന്നെ സ്ഥിരമല്ല. 1,00,000 വർഷം അങ്ങനെ ഒരു സൈക്കിളിൽ ഇത് വീണ്ടും സർക്കുലാർ ഓർബിറ്റിലേക്ക് പോകുമ്പോൾ ഷേപ്പ് മാറും. പിന്നെ വീണ്ടും സൈക്ലിക്കലായിട്ട് വീണ്ടും എലിപ്റ്റിക്കലായിട്ട് വരും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആക്സിയൽ ടിൽറ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭൂമിയും സൂര്യനുമായിട്ടുള്ള അകലമൊന്നുമല്ല. അകലം കുറച്ച് അങ്ങോട്ടോ, ഈവൻ മാസിൽ പോലും ജീവൻ ഉണ്ടാകാമായിരുന്നു. ഒരു മാസ്, എർത്ത്, മൂൺ, നമ്മുടെ ചന്ദ്രൻ, അതോടൊപ്പം തന്നെ വീനസ്, ഇതെല്ലാം തന്നെ ഈ ഹാബിറ്റബിൾ സോണിലാണ്. അതായത് സൗരയൂഥത്തില് ഒരു നക്ഷത്രത്തിൽ നിന്ന് എത്ര അകലെ അതിന്റെ ഗ്രഹങ്ങൾ ഉണ്ടായാൽ അവിടെ ഇന്നത്തെ രീതിയിലുള്ള ജീവനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുമ്പോൾ ആ അകലം ശരിക്കും സ്യൂട്ട് ചെയ്യുന്ന ഒരു അകലത്തിലാണ് വീനസ് മുതൽ മാസ് വരെയുള്ള ഗ്രഹങ്ങളും അതിന് ചുറ്റുമുള്ള സംഗതി ഇരിക്കുന്നത്. പക്ഷെ അവിടെ ജീവൻ ഉണ്ടാവണമെങ്കിൽ വെറുതെ അകലം മാത്രം ശരിയായതുകൊണ്ട് കാര്യമില്ല. അതിന്റെ കാരണമാണ് വീനസിന്റെ കാര്യം. വീനസില് യഥാർത്ഥത്തിൽ ഒരു 10.8 crore കിലോമീറ്റേഴ്സ് അകലെയാണ് സൂര്യനിൽ നിന്ന്. 10.8 എന്ന് പറഞ്ഞ വേണമെങ്കിൽ ഒരു 11 എടുത്തോളൂ. വീനസ് 11, എർത്ത് 15 എടുക്കുക. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന വീനസിലും അവിടെ പല കാര്യങ്ങളും ശരിയായി വന്നിരുന്നെങ്കിൽ, ലൈക്ക് വാട്ട്, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീനസിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിക്ക് ആൻഡ് ഡെൻസിറ്റി വളരെ ഹൈ ആണ്. അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് 92 ബാറാണ്. നമ്മുടെ അന്തരീക്ഷ മർദ്ദം എന്ന് പറഞ്ഞാൽ 1 ബാറാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നോക്കാം. അപ്പം അത്രയധികം കനത്ത ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് 96% വീനസിന്റെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ഹീറ്റ് അതിനകത്ത് ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ അത് റിലീസ് ആവില്ല, അത് കിടന്ന് പഴുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര കട്ടി കൂടിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്പർ 1. അതോടൊപ്പം തന്നെ ഈ അറ്റ്മോസ്ഫിയറിന് ചൂട് മുഴുവൻ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടുമാണ് ഈ ശുക്രനെ സൗരയൂഥത്തിന്റെ ചൂള ആക്കി മാറ്റുന്നത്. അതിന്റെ ഹെൽ ലൈക്ക് അറ്റ്മോസ്ഫിയർ ആണ് ശുക്രനുള്ളത്. അതിന്റെ പ്രധാന കാരണം ഇതാണ്.
ഇനി ഭൂമിയിൽ സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിക്കുക. അതായത് വീനസിന്റെ അത്രയും കട്ടി കൂടിയ സാന്ദ്രതയുള്ള ഒരു അറ്റ്മോസ്ഫിയറും 96% കാർബൺ ഡൈ ഓക്സൈഡും ആയിരുന്നു നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്ന സോളാർ റേഡിയേഷന്റെ അളവ് വീനസിനെ അപേക്ഷിച്ച് 2.6 ടൈംസ് കുറവാണ്. അതായത് നമുക്ക് കിട്ടുന്ന, ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതൊരു 10.8 crore കിലോമീറ്റർ ആണെങ്കിൽ നമ്മളൊരു 15 crore കിലോമീറ്റർ ആണ് നമ്മളുടെ അകലം. അപ്പൊ അതുകൊണ്ട് സോളാർ റേഡിയേഷൻ നമുക്ക് കിട്ടുന്ന സോളാർ റേഡിയേഷൻ എന്ന് പറയുന്നത് വീനസിനേക്കാൾ കുറവാണ്, 2.6 ടൈംസ് ലെസ് ആണ്. അതുകൂടി പരിഗണിച്ചാൽ പോലും ഇതേപോലെ ഒരു അറ്റ്മോസ്ഫിയറും ഇതേപോലെ ഒരു എന്താ പറയാ ഹീറ്റ് അബ്സോർവിങ് എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഐ മീൻ ഹീറ്റ് ട്രാപ്പിംഗ്, ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഹരിത ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്, ആ സാധനം ഉണ്ടെങ്കിൽ ഭൂമിയിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 200 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ ആകാമായിരുന്നു. ഇതെല്ലാം വേണം ഈ സാധനങ്ങൾ. കാര്യം ഈ ഗുരുത്വത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, അകലത്തിലും വ്യത്യാസമുണ്ട്. കാര്യം ഈ അറ്റ്മോസ്ഫിയറിലും ടെമ്പറേച്ചറും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ദർ ഇസ് നോ സിംഗിൾ റീസൺ. ഈ അകലം മാത്രമാണ് കാരണം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ദർ ഇസ് നോ സിംഗിൾ റീസൺ, ദർ ആർ മൾട്ടിപ്പിൾ റീസൺസ്. പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു സംഗതിയുടെ ഒരു ഈവന്റിന്റെ അടിസ്ഥാനം ഒറ്റ കാരണത്തിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് ഭയാനകമായ രീതിയിൽ അബദ്ധമാണ്. അങ്ങനെ ഒരു സംഗതിയില്ല. ഇപ്പൊ ഒരാൾ വന്ന് പറയുകയാണ് ആ ഭൂമിയെ ഇവിടെ കൊണ്ടുവച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ ചർച്ചയുടെ ആവശ്യമില്ല. വേരിയസ് റീസൺസ് ആണ്. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാരണം എന്താണ്? ഈ അകലമൊന്നുമല്ല. ഉദാഹരണമായിട്ട് ഭൂമിയിലെ കൂടുതൽ രാജ്യങ്ങളും ജനങ്ങളും ഉള്ളത് ഉത്തരാർദ്ധഗോളത്തിലാണ്, ദക്ഷിണാർദ്ധഗോളത്തിൽ കുറവാണ്. ഈ ഉത്തരാർദ്ധഗോളത്തിലെ സമ്മർ സീസൺ എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഭൂമി ഏറ്റവും കൂടുതൽ അകലെ നിൽക്കുന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ എന്താ വരേണ്ടത്? അടുത്ത് നിൽക്കുന്ന സമയത്താണ് വരേണ്ടത്. കൂടുതലല്ലേ, സൂര്യനോട് അടുക്കുമ്പോഴാണ് ചൂട് കൂടേണ്ടത്. പക്ഷെ ലോകത്തെ ഭൂരിപക്ഷം ജനങ്ങളും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ, അല്ലെങ്കിൽ സമ്മർ സീസൺ ആയിട്ട് വരുന്നത് സൂര്യനിൽ നിന്ന് അതിന്റെ അകലെ അപ്പീലിയനിലേക്ക് പോകുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. നേരെ തിരിച്ച് പെരീലിയനിലേക്ക് വരുന്ന സമയത്ത് വിന്ററുമാണ്. നേരെ തിരിച്ചല്ലേ. അപ്പൊ ഈ അകലത്തിനകത്ത് യാതൊരു കാര്യമില്ല. അതായത് അകന്നു പോകുമ്പോൾ ചൂട് കുറയുന്നു, അടുത്ത് വരുമ്പോൾ ചൂട് കൂടുന്നു. അത് ഞാൻ ഉത്തരാർദ്ധഗോളത്തിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. അതിന്റെ കാരണം ആക്സിയൽ ടിൽറ്റ് ആണ് ഒന്നത്. ഇനി ഈ സർക്കുലർ ഓർബിറ്റിന് തന്നെ, അല്ലെ എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റിന് തന്നെ മാറ്റങ്ങൾ ഇങ്ങനെ ഭൂമിയുടെ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഭൂമി എങ്ങനെ തുടങ്ങിയത്? നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി അന്നും ഇന്നും ഒരേപോലെ ഇരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലിരിക്കണം, അല്ലെ? ഇവിടെ മനുഷ്യനുണ്ടാകാൻ ആയിട്ട് അങ്ങനെയല്ലല്ലോ. ഭൂമിയെ തന്നെ, എന്റെ ചരിത്രം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇവോൾവ് ചെയ്യായിരുന്നു എന്ന് തന്നെയാണ്. ഒന്നൊന്നായിട്ട് അത് ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു. അപ്പം ഒരു ഫയർ ബോൾ ആയിട്ടാണ്, ഏതാണ്ട് ഒരു 100 കോടി വർഷത്തോളം ഒരു ഫയർ ബോൾ ആയിട്ട് സൂര്യന് ചുറ്റും അലഞ്ഞു നടന്ന ഒരു ഗോളമാണ്, ഒരു പാറക്കഷ്ണമാണ്, എന്താണ് ഒരു ഖഗോളം ആണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഫൈൻ ട്യൂണിങ് ഉണ്ടായില്ല, ഒന്നത്. രണ്ട്, ഈ ഭൂമി ആദ്യത്തെ 100 കോടി വർഷത്തിന് ശേഷം ഈ ജീവരൂപങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആർക്കിയ, അത് കഴിഞ്ഞിട്ട് ബാക്ടീരിയ, അല്ലെ? ആർക്കിയയും ബാക്ടീരിയയും ചേർന്നാണ് ശരിക്കും ഈ യുക്കാരിയോട്ട് സെൽസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു ആർക്കിയ സെല്ല് ന്റെ ഫ്രെയിമും ഒരു ബാക്ടീരിയയും കൂടെ ചേരുന്നതാണ് യുക്കാരിയോട്ട് സെൽ. കാര്യം ബാക്ടീരിയ വഴിയാണ് ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന സാധനം കയറി. നമ്മുടെ സെല്ലിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് തന്നെ ഒരു ബാക്ടീരിയ ആണ്. കാരണം നമ്മുടെ സെല്ലിനുള്ളിലെ മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽ ഡിവിഷൻ നടത്തുന്നത്. എങ്ങനെയാണ് പ്രോകാരിയോട്ടുകൾ സെൽ ഡിവിഷൻ നടത്തിയിരുന്ന അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽ ഡിവിഷൻ നടത്തുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സെല്ലിലെ മൈറ്റോകോൺട്രിയ. സെൽ വിതിൻ ദ സെൽ എന്ന് പറയും. ഒരു ഓർഗനൽ ആണെങ്കിലും നമ്മുടെ സെല്ലിനാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയാണ്. അത് പലപ്പോഴും നമ്മളെ അതിന്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ ഒരു ആർക്കിയ സെൽ ആൻഡ് ഒരു ബാക്ടീരിയ സെൽ, അതിനകത്ത് എൻഗൾഫ്ഡ് ആയതാണ് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന്റെ അല്ലെങ്കിൽ യുക്കാരിയോട്ട് സെല്ലിന്റെ തുടക്കം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് വരുന്നത് എങ്ങനെയാണ്? ഇതൊരു 350 കോടി വർഷത്തിന് മുന്നെയാണ് വരുന്നത്. ഇപ്പൊ സൈനോ ബാക്ടീരിയ എന്നൊക്കെ പറയുമ്പോൾ 350 കോടി വർഷമാണ്. പിന്നെ ഇങ്ങോട്ട് വന്ന് ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. കേംബ്രിയൻ എക്സ്പോഷൻ ഉണ്ടാവുന്നു, 50-56 കോടി വർഷം. കാർബോണിഫറസ് ഏജ് ഉണ്ടാവുന്നു. പിന്നെ കാർബോണിഫറസ് ഏജിലെ ചില തുമ്പികൾ എന്നൊക്കെ പറയുന്നത്
അതിന്റെ നമ്മൾ ഈ ചെറിയ തുമ്പികൾ, ആ തുമ്പികൾ, അന്നത്തെ തുമ്പികൾക്ക് അതിന്റെ ഒരു വിങ്ങിന് തന്നെ 70-75 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നതാണ്. അത്ര വലിയ ഭീമാകരന്മാരായിട്ടുള്ള തുമ്പികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പിന്നെ നമ്മള് ഡൈനസോറിന്റെ കാലഘട്ടം, മാമത്തുകളുടെ കാലഘട്ടം, പിന്നെ ഇങ്ങനെ വന്നാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. ഇത് ഇവിടെ എല്ലാം സാധ്യതകളാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ജീവിവർഗത്തിൽ 99% വംശനാശം വന്ന് നശിച്ചുപോയി. പിന്നെ ഭൂമിയുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജീവവർഗത്തെ ആരെങ്കിലും വളർത്തി കൃത്യമായി കൊണ്ടുവരാനാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഭൂമിയുടെ ചരിത്രത്തിൽ. ഇവിടെ നീളം മാസ് എക്സ്റ്റിങ്ഷൻ, അതായത് ഉണ്ടാക്കിയതിനെല്ലാം നശിപ്പിക്കുക. അതെന്തർത്ഥമാണ്? അതാരെങ്കിലും ഒരു ഇന്റലിജന്റ് ഡിസൈനർ ചെയ്യുന്ന ഒരു കാര്യമാണ്. എല്ലാത്തിനെയും ഉണ്ടാക്കി പരിപാലിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരുന്നു, പെട്ടെന്ന് എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഐസ് ഏജസ് വരുന്നു, മഹാഹിമയുഗങ്ങൾ വരുന്നു. ഈ മഹാഹിമയുഗങ്ങൾ വരാൻ കാരണം എന്താണ്? അത് നമ്മളുടെ വേറൊരു കാര്യമാണ്. നമ്മളുടെ അച്ചുതണ്ടിന്റെ ചെരിവാണ്. അച്ചുതണ്ടിന്റെ ചെരിവ് നമ്മുടെ ചരിത്രത്തിൽ ഉടനീളം ഒന്നായിരുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ 23.5 ഡിഗ്രി നമ്മൾ പറയുന്നു, അത് 24.5 വന്നിട്ടുണ്ട്, 22.1 വന്നിട്ടുണ്ട്. അച്ചുതണ്ട് എന്ന് പറയുന്നത് തന്നെ ചരിവാണ്. ആ ചരിവിൽ തന്നെ ചരിഞ്ഞ് പോകുന്ന ഏർപ്പാടാണ് ഭൂമിയുടെ ചരിത്രത്തിൽ. ഈ ഹിമയുഗം വരാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പ്രധാനമായിട്ട് പറയുന്നത് ഈ അച്ചുതണ്ടിന്റെ ചരിവാണ്. ചരിവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ കൂടുതൽ നീണ്ട സമ്മറുകൾ ഉണ്ടാവും ഒരു പ്രദേശത്ത്. നീണ്ട സമ്മറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ഐസ് ഉരുകും സ്വാഭാവികമായിട്ട്. നീണ്ട വിന്റർ ഉണ്ടാവുന്നിടത്ത് ഐസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഐസിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഈ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ്, ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്ത് വിടും. അപ്പൊ കുറച്ച് താപം മാത്രമേ അബ്സോർവ് ചെയ്യുള്ളൂ. സാധാരണ വെള്ളമോ അല്ലെങ്കിൽ ഈ ലാൻഡ് ഏരിയാസ് ഈ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നോണം ഐസ് അബ്സോർവ് ചെയ്യില്ല. അപ്പം പാളിയുടെ മേൽ പാളിയായിട്ട് വരും. അപ്പൊ അതിന്റെ ഒരു കൺസോൾട്ടേഷൻ ഓഫ് ഐസ് വരുമ്പോൾ അതിന്റെ അടിയിൽ കിടക്കുന്ന ജീവികൾക്കോ അല്ലെങ്കിൽ സസ്യങ്ങൾക്കോ ഒക്കെ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഇങ്ങനെയാണ് ഐസ് ഏജ് ഒരു രോഗം പോലെ, എന്താണ് സംതിങ് ലൈക്ക് ഒരു മന്ത് പോലെയാണ് ശരിക്കും ഐസ് വരുന്നത്. അതിനകത്ത് പിന്നെ വേറെ കാരണമുണ്ട്. ഓഷ്യൻ കറണ്ട്സ് ഇല്ലാതാവും. ഓഷ്യൻ കറണ്ട്സ് ഇല്ലാതാവുമ്പോൾ അല്ലെങ്കിൽ കുറയും. അത് തന്നെ CO2 എന്ന് പറയുന്ന സംഗതിയാണ് ഈ ട്രാപ്പ് ചെയ്യുന്നത്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് ട്രാപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ് വാതകം എന്ന് പറയുന്നത് CO2, മെത്തേൻ, അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കറണ്ട്സ് കുറയാൻ സാധ്യതയുണ്ട്, ഓഷ്യൻ കറണ്ട്സ്. അപ്പൊ CO2 കുറയും. CO2 കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ ശേഷി കുറയും. അങ്ങനെ ഒരുപാട് കാരണങ്ങളാലാണ് ഈ ഐസ് ഏജ് ഉണ്ടായിട്ടുള്ളത്. ഐസ് ഏജ് ഉണ്ടാവുന്നു, പിന്നെ തിരിച്ചു വരുന്നു. ഇതിന്റെ കാരണം എന്താണ്? ഈ ടിൽറ്റിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ട് വന്നത്. ഭൂമിയുടെ അച്ചുതണ്ട് ഒരിക്കലും ഒരേപോലെയല്ല. അതാണ്. ഭൂമിയുടെ ഭ്രമണപഥം ഒരിക്കലും ഒരേപോലെയല്ല. അതിന്റെ ആകൃതി ഒരേപോലെയല്ല. അതിന്റെ ദൂരം ഭൂമിയുടെ ഒരേപോലെയല്ല. ഇനി ഭൂമിയുടെ ഭ്രമണം നോക്കൂ. ഭൂമി ഇപ്പൊ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. പക്ഷെ ഈ 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സമയമാണ്. ഭൂമി തുടങ്ങിയ സമയത്ത് ഇറ്റ് വാസ് ഓൺലി 6 to 5 to 6 അല്ലെങ്കിൽ 7 അവേഴ്സിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയാണ്. ആ ഭൂമി ഇങ്ങനെ കറങ്ങി ഇപ്പൊ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ സ്ലോ ആയി പോയി കഴിഞ്ഞാൽ അവസാനം ഭൂമി ചന്ദ്രനുമായിട്ട് ടൈഡൽ ലോക്കിൽ വരും. ടൈഡൽ ലോക്കിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ ഒരു ദിവസം കറങ്ങാൻ എടുക്കുന്ന സമയം, ഒരു റൊട്ടേഷൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 27.3 ദിവസമാണ് ചന്ദ്രന്റെ. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് അത് ഭൂമിക്ക് ചുറ്റും ഒന്ന് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം നമ്മളെപ്പോഴും കാണുന്നത്. കാര്യം അതിന്റെ റൊട്ടേഷനും ഓർബിറ്റിംഗ് അറൌണ്ട് എർത്തും സെയിം ടൈം എടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഒരു വശം മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭൂമിയുടെ റൊട്ടേഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം വരുമ്പോൾ ചന്ദ്രന്റെ ഏതാണ്ട് അതായത് 27.3 രാത്രിയും പകലും, അതായത് 14.5 ദിവസം, 14 ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈഡറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നക്ഷത്രവുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. സൈഡീരിയൽ അല്ലെങ്കിൽ സൈഡറിയൽ. ഈ സൈഡീരിയൽ നോക്കുമ്പോൾ 29.5 ഉണ്ട്, ഡേയ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഒരു 14.6. ഭൂമിയിൽ 14.6 ദിവസം നീണ്ട പകൽ, 14.6 ദിവസം നീണ്ട പകൽ ഉണ്ടാകാനുള്ള സാധ്യത
ഉണ്ട്. ഇത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ചില എസ്റ്റിമേറ്റുകൾ പറയുന്നത് ഒരു 40 to 50 ബില്യൺ ഇയേഴ്സ്. 40 to 50 ബില്യൺ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. കാരണം 5 ബില്യൺ ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ 5-6 ബില്യൺ ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ സൺ ഒരു വലിയൊരു റെഡ് ജയന്റ് ആകും. റെഡ് ജയന്റ് ആയി 5-6 ബില്യൺ ആകുമ്പോൾ തന്നെ ഒരു റെഡ് ജയന്റ് ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡീരിയൽ ലോക്ക് ഇവരുമായിട്ട് ചന്ദ്രനുമായിട്ടൊരു ടൈഡൽ ലോക്കിൽ വരാനായിട്ടുള്ള സാധ്യത, അല്ലെങ്കിൽ അത്രയും അതിനുള്ള സമയമില്ല. അതിനു മുന്നേ ഭൂമിയുടെ മുഴുവൻ ചന്ദ്രന്റെ എല്ലാം തന്നെ ഓർബിറ്റിങ്ങും പിന്നെ കടലാസും എല്ലാം തന്നെ അപ്സെറ്റ് ആയി പോകും. അതാണ് സംഭവിക്കുക. അപ്പം ഇതിലെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊന്നും സ്ഥിരമല്ല, ഇതെല്ലാം അസ്ഥിരമാണ്, മാറുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ജീവൻ ഉണ്ടായി എന്ന് പറയുന്നു. ഭൂമിയിൽ എത്ര സ്ഥലത്താണ്, അല്ലെങ്കിൽ എത്ര ശതമാനം സ്ഥലത്താണ് ജീവിക്കാൻ കഴിയുക? ഒരു 3/2 ഭാഗം വെള്ളമാണ്. അപ്പൊ നമ്മളാണ് ഉദ്ദേശിക്കുന്നത്, മനുഷ്യനെയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജീവൻ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജീവൻ ഉണ്ടായ, ആർക്കിയ പോലൊരു ജീവനോ അല്ലെങ്കിൽ ബാക്ടീരിയ പോലൊരു ജീവനോ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ദൈവം എന്നൊക്കെ പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രം മനുഷ്യനുണ്ടാക്കി, മനുഷ്യനെ നിയന്ത്രിക്കുകയും മനുഷ്യന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ, നിനക്ക് ഞാൻ പശുവിനെ തന്നിരിക്കുന്നു, പന്നിയെ തന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന, നിന്റെ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ, മുടി കാണിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതാണല്ലോ ദൈവങ്ങൾ. ബാക്കി പറയുന്ന കോസ്മോളജിക്കൽ ദൈവത്തിനൊന്നും പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. ദൈവം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ യഥാർത്ഥ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആ കാര്യം, അതിനെ സാധൂകരിക്കാനാണല്ലോ ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത്. അല്ലാതെ എന്തെങ്കിലും കോസ്മോളജിക്കൽ വിറയലിനെ സ്വാധീനിക്കാനൊന്നും അല്ലല്ലോ. ഇതിനെ തന്നെ ദൈവത്തെ സ്വാധീനിക്കാൻ തന്നെയാണ് ഈ പറയുന്ന എല്ലാ സംഗതികളും കൊണ്ടുവരുന്നത്. അപ്പം അത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ എത്രയുണ്ട്? കടല് നല്ല ശതമാനം പോയി. ഡെസേർട്ടിലെ ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ള അനുകൂലനവും ഇല്ല. നമ്മൾ അതിനെ തരണം ചെയ്യുകയാണ് ശരിക്കും. ഡെസേർട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സാധനമൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊടുങ്കാടുകൾ, അത് പോട്ടെ, ആമസോൺ പോലെയുള്ള പർവ്വത പ്രദേശങ്ങൾ, കൊടുമുടികൾ, ഐസ്, പോളാർ റീജിയൻസ്, ഇവിടെ ഒന്നും മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യനെ പോലുള്ള ഒരു ജീവിക്ക്, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ജീവിക്കണമെങ്കിൽ ഒരു 10-11-12% മാക്സിമം ഭൂമിയുടെ ഉപരിതലത്തിൽ, അത്രേ ഉള്ളൂ. ഇതാണോ ഫൈൻ ട്യൂണിങ്? ഫൈൻ ട്യൂണിങ് ആണെങ്കിൽ എങ്ങനെയാ വേണ്ടത്? ഇത്രയും കുറച്ച് സ്ഥലത്ത് മനുഷ്യനെ ഉണ്ടാക്കി വെക്കുക. മനുഷ്യന് അത്രേ പറ്റുള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ സോളാർ സിസ്റ്റം നോക്കൂ. നമ്മള് ഇത്രയധികം ഗ്രഹങ്ങളുണ്ട്, അതിലൊന്നും നമ്മൾ ഈ പറയുന്ന നമ്മളുടെ രീതിയിലുള്ള ഒരു ജീവന്റെ അവസ്ഥ കാണുന്നില്ല. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രം എത്രയോ അകലെ കിടക്കുകയാണ്. നമ്മൾ അവിടെ എത്തിച്ചേരാൻ തന്നെ വർഷങ്ങളെടുക്കും. നമുക്ക് അങ്ങനെ പോകാനുള്ള വാഹനങ്ങളൊന്നുമില്ല. അപ്പം യഥാർത്ഥത്തിൽ ഈ ഇവിടെ ജീവൻ ഉള്ളത് കൊണ്ട് തന്നെ വേറെ പല ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ജീവനുള്ള ഉണ്ടാകാനുള്ള ഒരു പ്രോബബിലിറ്റി വളരെ ശക്തമാണ്. കാര്യം ഇവിടെ ഉണ്ടാകാമെങ്കിൽ അവിടെയും ഉണ്ടാകാം, പക്ഷെ ഇതേപോലെയുള്ള ജീവനാകണമെന്നില്ല. ഇനി മറ്റൊന്ന് പറയുന്നത് ഓക്സിജന്റെ അളവിനെ കുറിച്ച് പലരും പറയുന്നുണ്ട്. ഓക്സിജന്റെ അളവ് നമുക്കറിയാം, ആദ്യത്തെ ഒരു 200 ബില്യൺ ഇയേഴ്സ് ഭൂമിയുടെ ചരിത്രത്തിൽ, ഒരു 450 കോടി മുതൽ മേ ബി ഒരു 250 കോടി വരെയുള്ള ആ ഒരു 200 ബില്യൺ സമയത്ത്, ആ സമയത്ത് 200 ബില്യൺ അല്ല, 2.2 ബില്യൺ, സോറി, ഞാൻ കോടിയും ബില്യനും പറയുമ്പോൾ ഇടയ്ക്ക് തിരിഞ്ഞു പോകും. അതായത് ഒരു 450 കോടി മുതൽ ഒരു 250 കോടി വരെയുള്ള സമയത്ത് നമ്മുടെ ഓക്സിജന്റെ അളവ് എത്രയാണ്? നമ്മുടെ ഭൂമിയിൽ 1% പോലും ഇല്ല. ലെസ് ദാൻ 1% ആണ്. ലെസ് ദാൻ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേറെ ഏത് ഗ്രഹത്തിൽ പോയാലും അത്രയൊക്കെ കിട്ടും. ചെറിയ വളരെ ഒരു ഫ്രാക്ഷണൽ, ഏത് ഗ്രഹത്തിൽ പോയാലും കിട്ടും ഓക്സിജൻ. സൂര്യനിൽ ചെന്നാലും കിട്ടും, ഒരു 0.0 അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് മാത്രമാണ് ഇവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നത്. ആ ലെവലിൽ നിന്ന്, ലെസ് ദാൻ 1% ഓക്സിജനിൽ നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 1% എത്തുന്നു. പിന്നെ അത് 30 മുതൽ 36% വരെയാണ് കാർബോണിഫറസ് ഏജിലെത്തുന്നത്. അത് ഈ സസ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഡ്രാഗൺ ഫ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അത്ര ഓക്സിജൻ ഇൻഹലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഒരർത്ഥത്തില്
വലിയ ജീവികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഓക്സിജന്റെ അളവ് കൂടും. മാത്രമല്ല ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഓക്സിജന്റെ അളവ് എന്ന് പറഞ്ഞാൽ 21% ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അത് റഫ്ലി 20.9 ഓർ 21% ആണ്. ഇത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ സാധാരണ നിലയിൽ നമുക്ക് നമ്മൾ അതുമായിട്ടാണ് അഡാപ്റ്റഡ് ആയിട്ടുള്ളത്. ഇതൊരു 16% താണാലും ഒരു 23-24 മേളിലായാലും അല്ല 25 മാക്സിമം പ്രശ്നമാണ്. കാരണം ഓക്സിജൻ എന്ന് പറയുന്നത് തന്നെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. നമ്മൾ മരിക്കാൻ കാരണം തന്നെ ഈ ഓക്സിജൻ മൂലമുള്ള ചയാപചയ പ്രവർത്തനങ്ങളാണ്. എന്നാൽ മരിക്കാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതുമില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഓക്സിജൻ ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജൈവരൂപങ്ങൾ അനോറോബിക് എന്ന് പറയുന്നത്. അനോറോബിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് എന്ത് ട്യൂണിങ് ആണ്? ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങളാണ്. ഇപ്പൊ അനോറോബിക് ബാക്ടീരിയ എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകൾ ഓക്സിജൻ കൂടി വന്നപ്പോൾ അവര് പോയി മണ്ണിനടിയിൽ ഒടിച്ചു. അവർക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതെല്ലാം ഓരോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നാച്ചുറലി സെലക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ ഇതിനകത്ത് ആരെങ്കിലും വ്യക്തമായ ഒരു പ്ലാനിങ്ങോ ഡിസൈനിങ്ങോ ഒരു ട്യൂണിങ്ങോ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ആദ്യം ഓക്സിജൻ ഇല്ല, അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങൾ നോക്കൂ. ഇവിടെ ഓക്സിജൻ ഉപയോഗിച്ച് ജീവിക്കുന്ന ജീവരൂപങ്ങളാണ് കൂടുതലും ഉള്ളത്, അല്ലേ? അപ്പൊ ഓക്സിജൻ ഇല്ലാത്തതിടത്ത് ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങൾ. ഇപ്പൊ ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങൾ വളർന്നു വികസിച്ച് നമ്മളാകുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. വേറെ രീതിയിലും ഇതൊക്കെ പോസിബിൾ ആണ്. നമ്മൾ ഒരു ചാൻസ് ആണ്, പല ചാൻസുകൾ പോസിബിൾ ആണ്. ഇപ്പം ഓക്സിജൻ ഇല്ലാത്ത ജീവരൂപങ്ങൾക്ക് ഇവിടെ ഡിമാൻഡ് ഇല്ല, എല്ലാം ഓക്സിജൻ ലെവലിലാണ്. ഓക്സിജന്റെ അളവ് അന്ന് ഈ പറഞ്ഞ കാർബോണിഫറസ് ഏജിലെ ഈ പറയുന്ന 37%ഓ 36%ഓ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ, അല്ലെ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കാടൊക്കെ നിന്ന് ചെറിയ പ്രശ്നത്തിൽ എൻ്റെ കാട് കത്തും എന്നാണ് പറയുന്നത്. പച്ച ഇല വരെ കത്തും. ആ രീതിയിൽ കാര്യം ഓക്സിജൻ ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ്. ഇനി ഓക്സിജന്റെ അളവ് ഒരു 16% ക്രിട്ടിക്കൽ താഴെ പോവുകയാണെങ്കിൽ നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ ചോക്ക് ചെയ്യും. നമ്മൾ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ കിട്ടില്ല. ഇതാണ് എവറസ്റ്റിന്റെ ഒക്കെ മണ്ടയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് വെറുതെ നിന്നാൽ പോലും ഒരു 5-7 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. 5 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്കറിയില്ല. ഹലൂസിനേഷൻ വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ശക്തിയായിട്ട് ശ്വസിച്ചാലും അവിടെയുള്ള അന്തരീക്ഷ വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ സീ ലെവലിലുള്ളതിന്റെ 33% ഉള്ളൂ. ഐ മീൻ 1/3 ഉള്ളൂ. അപ്പൊ ഈ 1/3 ഓക്സിജൻ നമ്മളിങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞാൽ, 1/3 ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മുകളിലോട്ട് വലിച്ചു കയറ്റുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്നതിന്റെ 1/3 ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശക്തിയായിട്ട് ശ്വസിക്കും. നമ്മള് ശ്വാസത്തിന്റെ റേറ്റ്, ഫ്രീക്വൻസിയും അളവും കൂട്ടും. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കും? നമ്മൾ കൂടുതൽ ക്ഷീണിക്കും, നമ്മൾ പാൻറ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും വീണ്ടും അതിന്റെ റേറ്റ് കൂടും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മള് ഓക്സിജൻ കുറവുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഓക്സിജൻ വലിച്ചെടുക്കാൻ ശ്രമിക്കും. കൂടുതൽ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ആയാസം, അപ്പൊ വീണ്ടും കൂടുതൽ ഓക്സിജൻ വേണം. അത് നമ്മുടെ നാശത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അതാണ് ഈ മേളിൽ സബ്മിറ്റിലെ ഒരു 800-1000 മീറ്റർ ഉയരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഓക്സിജൻ വെച്ച് അതിന്റെ ഒരു ചെറിയ അഡാപ്റ്റേഷൻ കിട്ടിയിട്ടുള്ളത് ഷെർപ്പകൾക്കാണ്. അവരുടെ ഓക്സിജനിലെ ഈ രക്തത്തിലെ ഓക്സിജന്റെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. അവർക്കൊരു അനുകൂലമാണ്. അവർ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ, അതേപോലെ തന്നെ ഈ മുങ്ങുന്ന ഞാനൊരു ഇന്തോനേഷ്യൻ ദ്വീപിലെ ഒരു ഡൈവേഴ്സിന്റെ ഒരു ട്രൈബിന് ഉണ്ട്. അവര് എപ്പോഴും വെള്ളത്തിനടിയിൽ പോയി മുങ്ങി സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ വെള്ളത്തിനടിയിൽ ഇരിക്കാൻ കഴിയും. അത് അവരുടെ മജ്ജയിൽ ഉണ്ടായിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ ആണ്. ചുവന്ന രക്താണുക്കളിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന രക്താണുക്കളുടെ എണ്ണം അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആധിക്യം കൂടുന്നതുകൊണ്ടാണ് അവർക്ക് രക്തത്തിൽ ഓക്സിജൻ അളവ് ഹയറായിട്ട് നിർത്താൻ കഴിയുന്നത്. അത് പർവ്വതത്തിന് മുകളിലേക്ക് പോകുമ്പോഴും കടലിനടിയിലേക്ക് പോകുമ്പോഴും ഒക്കെ തന്നെ നമുക്കൊരു പരിധി വരെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് തന്നെയുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ ഉള്ള തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ട്. പക്ഷെ നമുക്കിതില്ല. നമ്മൾ പർവ്വതത്തിന് മുകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് പ്രശ്നമാണ്. അപ്പം ഇത് മനുഷ്യന് പറ്റുന്നതല്ല എന്നുള്ളതാണ് ഈ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെന്റ് പറയുന്നവര്. ഇത് ഏത് കാര്യത്തിലാണ് അവിടെ ട്യൂൺ ചെയ്ത് സ്ഥിരമായിട്ട് വെച്ചത്? ഒന്നാമത് ഇതൊന്നും സ്ഥിരമല്ല. ഇറ്റ്സ് സോ വേരിയിങ്.
ഭൂമിയുടെ ചരിത്രത്തിലുടനീളം ഭൂമി ജീവന് വേണ്ടി പരുവപ്പെടുത്തിയെടുത്ത ഒരു ഗ്രഹമാണെന്ന് പറയാനായിട്ടുള്ള യാതൊരു ശാസ്ത്രീയമായ തെളിവുമില്ല. ഏത് ഡേറ്റ നോക്കിക്കഴിഞ്ഞാലും ഇതിങ്ങനെ പല രീതിയിൽ കടന്നു പോകുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആക്സിയൽ ടിൽറ്റ് ആണെങ്കിലും ഓർബിറ്റിംഗ് ആണെങ്കിലും ഡിസ്റ്റൻസ് ആയാലും ഭ്രമണപഥമാണെങ്കിലും റൊട്ടേഷൻ സ്പീഡ് ആണെങ്കിലും ഉള്ളടക്കമാണെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ ജീവൻ ഉണ്ടാകാൻ ഒരു ഏറ്റവും പ്രിൻസിപ്പൽ റീസൺ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഗ്രാവിറ്റി, ഈ രീതിയിൽ ജീവൻ ഉണ്ടാകാൻ ഗ്രാവിറ്റി. പിന്നെ നമ്മളുടെ എന്താ പറയാ റൊട്ടേഷൻ സ്പീഡ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 ആക്സിയൽ ടിൽറ്റ്, ഈ അച്ചുതണ്ടിന്റെ ചരിവ്. അച്ചുതണ്ടിന്റെ ചരിവ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ക്ലൈമറ്റ് ആയിരിക്കും. ദർ വോണ്ട് ബി എനി സീസൺസ്. ഭൂമധ്യരേഖ പ്രദേശം ഇങ്ങനെ ഹോട്ട് ഹോട്ട് ഹോട്ട്, അവിടെ ഒരിക്കലും ഈ വസന്തം ശൈത്യം അങ്ങനെയൊക്കെയുള്ള ആ ഒരു വേരിയേഷൻസ്, സമ്മർ വെക്കേഷനോ വിന്റർ വെക്കേഷനോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ധ്രുവ പ്രദേശങ്ങൾ മൊത്തം പോക്കും, ഒരു തൊപ്പി പോലെ ക്യാപ്പായിട്ട്, ഇപ്പം ക്യാപ്പ് ഉണ്ട് ഓൾറെഡി, പക്ഷെ അതിനേക്കാൾ വലിയ ക്യാപ്പായിട്ട്. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. അപ്പൊ ഈ സൈക്കിൾസ്, ഈ ഋതുക്കൾ എന്ന് പറയുന്ന സംഗതിയാണ് ശരിക്കും നമ്മളെ ഇന്നത്തെ പോലെ ഒരു ജീവനും കൾട്ടിവേഷനും ഒക്കെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ട്. അതിന്റെ കാരണം ടിൽറ്റ് ആണ്. പിന്നെ ഓക്സിജന്റെ അളവ്, പിന്നെ ഈ മർദ്ദം ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ നിൽക്കുന്നത്. അതാണ് നമ്മളിപ്പോ ഒരു റോക്കറ്റിലൊക്കെ മുകളിലേക്ക് പോകുമ്പോഴും, ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു വിമാനം താഴോട്ട് വന്നില്ലേ, നെഗറ്റീവ് ജിയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ ജി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മളെ പോലുള്ള ജീവികൾക്ക് നിൽക്കാൻ പറ്റൂ. കാര്യം ഇതെല്ലാം മർദ്ദം, ഇപ്പൊ ഈ ലിക്വിഡ് ഉള്ളിലെ രക്തം തന്നെ പ്രവഹിക്കുന്നതിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ മർദ്ദം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. മർദ്ദം എന്ന് പറഞ്ഞാൽ സിംപിളി, ഞാൻ മർദ്ദം എന്ന് പറഞ്ഞൊരു ലൈവ് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ആണി എടുത്ത് ഭിത്തിയിൽ അടിക്കുന്നു, അതിന്റെ മൂർച്ചയുള്ള ഭാഗം വെച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആണി കയറിപ്പോവും. നമ്മൾ അടിക്കേണ്ട കാര്യമില്ല, എന്നാൽ അമർത്തിയാൽ അത് കയറിപ്പോവും അല്ലെ. എന്നാൽ തിരിച്ച് ആണിയുടെ ആ ഹുഡ്, അതിന്റെ വീതിയുള്ള ഭാഗം, അത് വെച്ചിട്ട് തിരിച്ച് മറ്റേ ഭാഗത്തുനിന്ന് തള്ളിയാലോ കയറില്ല. കയറാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ് സ്ഥലത്ത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ഒരു യൂണിറ്റ് സ്ഥലത്ത് നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ബലമാണ് ഈ മർദ്ദം എന്ന് പറയുന്നത്. അത് ഈ ആണി തിരിച്ചു വെക്കുമ്പോൾ ഒരുപാട് സ്ഥലം അവിടെ വരുന്നു. അപ്പൊ നമ്മുടെ എത്ര കൂട്ടിയാലും ആ ഒരു ഇത് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും പ്രഷർ, അത്രയും ബലം നമ്മൾ ചെലുത്തേണ്ടി വരും. അതാണ് ഈ വീനസിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം. അവിടുത്തെ ഈ 92 ബാർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്താ പറയാ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഇവിടുത്തെ ആ കാറ്റും കാര്യങ്ങളും ഒക്കെ. അവിടെ ഒരു ബൈക്കൊന്നും എടുത്തോണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ തല ഒടിഞ്ഞ് പുറകോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നെഞ്ചൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തള്ളി നിൽക്കുന്നോണം നമുക്ക് തോന്നും, അത്ര വലിയ ഇതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ചന്ദ്രൻ ഫോർ എക്സാമ്പിൾ, ചന്ദ്രൻ ഭൂമിയുടെ സമയത്ത് തന്നെ തുടങ്ങിയതാണെന്നല്ലേ. 429 കോടി വർഷം പഴക്കമുള്ള ചാന്ദ്രശിലകളെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ഏതാണ്ട് ഭൂമിയുടെ അതേ ചില സിദ്ധാന്തങ്ങൾ പ്രകാരം അതേ പ്രായമുണ്ട്. ഇപ്പൊ 429 കോടി എന്ന് പറയുമ്പോൾ 460, 450 കോടിയാണ് ഭൂമിയുടെ പ്രായമായിട്ട് പറയുന്നത്. വലിയ ചിലപ്പം രണ്ടും ഒരുമിച്ചുണ്ടായതായിരിക്കാം, അല്ലെ വന്ന് ഇടിച്ചതായിരിക്കാം. ഈ ചന്ദ്രന്റെ ഉള്ളടക്കം എന്നൊക്കെ പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഒരു ഇതാണ്. ചന്ദ്രൻ ഉണ്ടായ സമയത്ത് അതിന് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അതിന് അറ്റ്മോസ്ഫിയറിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട്, സൈസ് ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം സ്പേസിലേക്ക് വാർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ചന്ദ്രനും ഭൂമിയും ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ സ്വഭാവത്തോടെ ഒരേ കാലത്ത് പഠിച്ചിറങ്ങിയ രണ്ടുപേരാണ്. എന്തുകൊണ്ടാണ് ചന്ദ്രൻ ജഡമായി നിർജീവമായിട്ടിരിക്കുന്നത്? അവിടെ ഫൈൻ ട്യൂണിങ് നടന്നില്ലേ? പിന്നെ സൂര്യനിൽ നിന്നുള്ള അകലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമി പോകുന്നിടത്തെല്ലാം ചന്ദ്രനും വരുന്നുണ്ടല്ലോ. ഭൂമി സൂര്യനിൽ നിന്ന് ഏത് അകലത്താണോ ഏതാണ്ട് അതേ അകലത്താണ്, ഏതാണ്ട് അതേ ആവറേജ് നോക്കുമ്പോൾ അതേ അകലത്താണ് ചന്ദ്രൻ നിൽക്കുന്നത്. എന്നിട്ട് ചന്ദ്രനിൽ എന്തുകൊണ്ടാണ് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ജീവൻ വരണ്ടാകാത്തത്? അപ്പൊ അവിടെ ഗ്രാവിറ്റിയുടെ കാര്യം പറയും, വലിപ്പത്തിന്റെ കാര്യം പറയും, അറ്റ്മോസ്ഫിയറിന്റെ കാര്യത്തിൽ പറയും, സൈക്കിളിന്റെ കാര്യത്തിൽ പറയും, ആക്സിയൽ ടെറ്റിന്റെ കാര്യത്തിൽ പറയും, ഭ്രമണ വേഗതയുടെ കാര്യത്തിൽ പറയും. ഒരുപാട് കാര്യങ്ങളുണ്ട്. മൾട്ടിപ്പിൾ റീസൺസ് ആണ്. ദർ ഇസ് നോ ട്യൂണിങ്. ചിലത് സംഭവിക്കുന്നു, ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് ഇന്നാര് എന്ന് പറയുന്നത് ഇതാണല്ലോ ബേസിക്കലി ഈ എന്താ പറയുന്നത്, റിലീജിയസ് ഡെല്യൂഷൻ. അവരൊക്കെ ഒരു കാര്യം സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം അന്വേഷിക്കുന്നില്ല. അപ്പം കുറെ കാരണങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉഡായിപ്പ് ന്യായം ഉണ്ടാക്കും. ഇപ്പൊ ഇത് ആളുകള്
ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെ. എനിക്ക് ഇവിടെ സൗണ്ട് ഓക്കെ ആണ്. ഇതിനകത്ത് ഈ മൈക്കിന്റെ ഇത് കാണുന്നുണ്ട്. നോ സൗണ്ട് 36 മിനിറ്റ്. നോ സൗണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടാവില്ല എന്തല്ലേ? കേൾക്കുന്നില്ലേ? ഞാൻ കരുതുന്നു കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നോ സൗണ്ട് 36 മിനിറ്റ്. ഓക്കെ, എന്തായാലും ഇതാണ് ഞാൻ അന്ന് ഇട്ടിരുന്ന പോസ്റ്റ്. ഇതായിരുന്നു. ഈ ഭൂമി സൂര്യനോട് കുറെ കൂടി അടുത്തിരുന്നെങ്കിൽ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് തന്നെയായിരുന്നു. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അന്നും ഇത് തന്നെയായിരുന്നു ബേസിക്കലി. ഇത് ആക്സിയൽ ടിൽറ്റിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. എർത്ത് ടിൽറ്റ് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ 22.1 ഡിഗ്രി ടു 24 ഇത്രയും നിലയുള്ള വ്യത്യാസമുണ്ട്. നമ്മുടെ 23.5 അല്ല എപ്പോഴും. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇൻ എ റെഗുലർ സൈക്കിൾ ഓഫ് 41,000 ഇയേഴ്സ്. ഈ മിലൻകോവിച്ച് സൈക്കിളിലെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആക്സിയൽ ടിൽറ്റ് ആണ്, മറ്റേത് ഓർബിറ്റ് ആണ്. മറ്റൊന്നത് പ്രിസഷൻ എന്ന് പറയുന്നത്. പ്രിസഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളാർ റീജിയനിൽ നമ്മളുടെ സാധാരണഗതിയിൽ നമ്മളുടെ റൊട്ടേഷന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, വി എന്ന് പറയാം. എന്നാൽ പോളാർ റീജിയനിൽ അത് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അത് പലപ്പോഴും ഈ ജ്യോതിശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുണ്ടാക്കുന്ന വലിയ പൊല്ലാപ്പുകൾ. അപ്പം ഈ 3 കാര്യങ്ങൾ, അതിൽ 3 കാര്യത്തിൽ അതിൽ പ്രധാനപ്പെട്ടാണ് ഈ മിലൻകോവിച്ച് സൈക്കിൾസിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ ടിൽറ്റ് ഓസിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം കൃത്യമായ ഒരെണ്ണം അല്ല, പല രീതിയിൽ. അതുകൊണ്ട് ഈ ടിൽറ്റ് ഓസിലേറ്റ് ചെയ്യുന്ന മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പ്രിസഷൻ കാരണം ഈ നോർത്തേൺ സ്റ്റാർ, നമ്മൾ പോളാർ റീജിയനിൽ നിന്ന് നോക്കുമ്പോൾ നോർത്തേൺ സ്റ്റാർ പണ്ട് ആയിരക്കണക്കിന് വർഷത്തിന് മുന്നേ കണ്ടിരുന്നതല്ല ഇപ്പൊ കാണുന്നതല്ല പിന്നെ കാണുന്നത്. ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞിരിക്കും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറും. പിന്നെ ഇപ്പോഴത്തെ ടിൽറ്റ് എന്ന് പറഞ്ഞാൽ 23.44 21.5 നമ്മൾ പറയുന്നെങ്കിലും 23.44. 9,000 വർഷങ്ങൾക്ക് മുന്നേ 24.1 ടിൽറ്റ് കൂടുതലായിരുന്നു. ടിൽറ്റ് കൂടുമ്പം ഈ സമ്മറും വിന്ററിന്റെയും ദൈർഘ്യം കൂടും. 20,000 ഇയേഴ്സ് ഫ്യൂച്ചറിൽ വരുമ്പോൾ 22.1 കുറയും. ഇപ്പൊ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 9,000 വർഷത്തിന് മുമ്പ് 24.1 ഡിഗ്രി ആയിരുന്നു. ഇപ്പോ 23.44 ഒരു 20,000 വർഷം കഴിഞ്ഞ് 22.1. ഇതിനകത്ത് ഫൈൻ ട്യൂണിംഗ് ഒന്നും ഇല്ല, വേരിയിങ് ട്യൂണിംഗ് മാത്രമാണ്. സോ വേരിയേഷൻ ഈസ് കണ്ടിന്യൂസ്. നമ്മുടെ ക്ലൈമറ്റ് പാറ്റേൺസ്, അതുപോലെ തന്നെ സീസൺസ്, ഇതിനെല്ലാം കാരണം ഇതാണ്. പിന്നെ ഈ ഇക്വിനോക്സ്, ഫോർ എക്സാമ്പിൾ ഇക്വിനോക്സ് എന്ന് പറഞ്ഞാൽ സമരാത്ര ദിവസങ്ങളാണ്. ഈ 4 ദിവസങ്ങളാണ് ഇക്വിനോക്സുകളായിട്ട് നമ്മൾ എടുക്കുന്നത്. വിഷു എന്ന് വേണമെങ്കിൽ പറയാം. ഡിസംബർ 21-22 വിന്റർ സോൾസ്റ്റൈസ്, മാർച്ച് 20-21 വേണൽ ഇക്വിനോക്സ്. ഈ മാർച്ച് 20-21 നമ്മളിവിടെ കേരളത്തിൽ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ കേരളത്തിൽ വിഷുവായിട്ട് ആഘോഷിക്കുന്ന മാർച്ച് 21 നമ്മളുടെ വിഷു ഏപ്രിൽ 14 ഓൾമോസ്റ്റ് 23-24 ഡേയ്സിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ സമരാത്ര ദിനമൊന്നും ഉണ്ടാവില്ല. അത് കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പ്രസരണം എന്ന് പറയും. അത് കൃത്യമായിട്ട് നമ്മളുടെ റെക്കോർഡിൽ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട്, അയനാംശം എന്ന് പറയും, അത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്,
ഈവൻ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം വേരിയിങ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്, അവിടെ ട്യൂണിങ് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റേഞ്ച് പറഞ്ഞു വെക്കാം, അത്രേ ഉള്ളൂ. ഇത്രയും റേഞ്ചിനിടയിൽ കിടന്ന് എന്താണ് പറഞ്ഞു വെക്കാം, ലിമിറ്റുകൾ. അല്ലാതെ അത് അപ്പൊ അത്രയും വലിയൊരു ഓസിലേഷൻ, അത്രയും വലിയ വേരിയേഷൻ ഉണ്ട് എന്ന് അവിടെ വരികയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്രസഷൻ എന്ന് പറയുന്നത്. കേട്ടോ, പൊളാരിസ് ആണ് നമ്മളുടെ ഇപ്പോഴത്തെ നോർത്തേൺ സ്റ്റാർ, ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. പൊളാരിസ് ആണ്. പക്ഷെ ഒരു 15,000 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് വേഗ എന്ന് പറയുന്ന വേറെ നക്ഷത്രത്തിലേക്ക് പോകും. നമ്മള് ഇത് എങ്ങനെ ചെയ്യുന്നു അതാണ് കേട്ടോ. നമ്മളെ ഭൂമിയുടെ ഭ്രമണം ഇങ്ങനെയാണെങ്കിൽ ഈ പോൾസിന്റെ തിരിച്ചാണ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഇത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. നമ്മൾ വെസ്റ്റ് ടു ഈസ്റ്റ് ആയതുകൊണ്ടാണ് ജപ്പാനിലും ആസാമിലും ഒക്കെ സൂര്യൻ ഉദിച്ചിട്ടാണ് നമ്മുടെ ഇവിടെ കേരളത്തിലും കൊച്ചിയിലും ഒക്കെ ഉദിക്കുന്നത്. അതിന്റെ കാരണം നമ്മുടെ ഇതാണ്. പക്ഷെ പോളാർ റീജിയനിൽ അങ്ങനെയല്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞാണ്. പെരീലിയൻ 14.7 മില്യൺ എന്ന് വെച്ചാൽ 14.7 കോടി കിലോമീറ്റർ. അപ്പീലിയൻ എന്ന് പറയുന്നത് 15.2 കോടി കിലോമീറ്റർ. ശരാശരി 15 കോടി കിലോമീറ്റർ. ഇത് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഇതൊക്കെ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ജ്യോതിഷത്തിലെ ഈ സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റലേഷൻസ് ആണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ കമ്പിയും കൂപ്പിയും കൊളുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ തോന്നലുണ്ട്. മാനും മൃഗവും ആനയും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന ആകൃതിയാണ്. ഈ ആകൃതിയിലാണ് ഈ പ്രിസഷൻ, എന്താണ് സോളാർ, ഈ പ്രിസഷൻ കാരണം ഉണ്ടാവുന്ന മാറ്റമാണ് ഭയങ്കര രസം. ഈ വിഷു ഒക്കെ മാറിപ്പോകുന്നതിന്റെ പ്രധാന കാരണം അതാണ്. പലപ്പോഴും മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പഴയ എർത്തിന്റെ റൊട്ടേഷൻ നോക്കുക. ഈ തുടങ്ങി വെച്ച ഫൈൻ ട്യൂണിങ് സമയത്ത് എർത്തിന്റെ റൊട്ടേഷന്റെ റേറ്റ് നോക്കുക. 4.5 ബില്യൺ ഇയേഴ്സ്. എർത്ത് ജനിച്ചപ്പോൾ അതിന്റെ റൊട്ടേഷൻ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 6 hours per day. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 6 hours per day. അതാണ് അതിന്റെ റൊട്ടേഷൻ സ്പീഡ്. അത്രയും ചെറിയ ദിവസമാണ്. പിന്നെ 2.5 ബില്യൺ ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് 12, ഇന്നത്തെ പകുതി, അപ്പൊ 6 മണിക്കൂർ രാത്രി 6 മണിക്കൂർ പകൽ എന്ന് വരും. വെറും 60 കോടി വർഷത്തിന് മുമ്പ്, നമുക്ക് 60 കോടി വർഷത്തിന് മുമ്പ് കേംബ്രിയൻ എക്സ്പ്ലോഷന് തൊട്ട് മുന്നേ 22 hours per day ആണ് ഉണ്ടായിരുന്നത് അപ്രോക്സിമേറ്റ്ലി. അന്ന് ഒരു ദിവസം 22 മണിക്കൂറേ ഉള്ളായിരുന്നു. 11 മണിക്കൂർ രാത്രി, 11 മണിക്കൂർ. അന്നേരം അത് കഴിഞ്ഞിട്ടാണ് ഈ കേംബ്രിയൻ എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നത്. ഭയങ്കര രസമാണല്ലേ. അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 2 മണിക്കൂർ കുറവ്. The tidal friction with the moon is the main cause. Moon's gravity creates tides and tide rubs against continents. Friction slows Earth's rotation and at the same time Earth slows down. Moon moves farther away. Currently 3.8 സെന്റിമീറ്റർ പെർ ഇയർ. ഒരു വർഷം ഇപ്പോൾ ചന്ദ്രൻ 3.8 സെന്റിമീറ്റർ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ്സ്, ഒരു പ്രഡിക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സമയം 10,000 ഇന്നുള്ളതിൽ നിന്ന് 10,000 വർഷം കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന്റെ ദൈർഘ്യം 24 മണിക്കൂറായിരിക്കും. 24.002 എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസം. ആ രീതിയിൽ മാറുന്നുണ്ട്. 24.002 സൈഡീരിയയിലാണ്. ഇനി ഒരു 100 മില്യൺ 10 കോടി വർഷം കഴിഞ്ഞാലോ നമ്മുടെ ദിവസത്തിന് 25 മണിക്കൂർ ഉണ്ടാവും. 10 കോടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു 100 മുതൽ 200 കോടി വർഷം കഴിഞ്ഞാലോ 30 മുതൽ 40 മണിക്കൂർ വരെ ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ മൂൺസ് ഡിസ്റ്റൻസ്. പിന്നെ അത് കഴിഞ്ഞ് ടൈഡൽ ലോക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് 40-50 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടാവും. അത്രയും നാള് നമ്മൾ സൂര്യനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട്
അങ്ങനെ ഒരു ടൈഡൽ ലോക്ക് വരത്തില്ല. ടൈഡൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചന്ദ്രനിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഭൂമിയുടെ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ. കാരണം അതിന്റെ റൊട്ടേഷനും റെവല്യൂഷനും ഏതാണ്ട് ഒരേ സമയം എടുക്കുന്നത് കൊണ്ട് എപ്പോഴും ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണൂ. നമ്മൾ തിരിച്ച് ടൈഡൽ ലോക്കിലായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മളുടെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനിൽ നിന്ന് കാണാൻ കഴിയൂ. അതിനകത്ത് വലിയ കാര്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടോ, ഗ്ലേഷ്യൽ മാക്സിമം എന്ന് പറയുന്ന സംഗതി. ഇതെങ്ങനെ ഐസ് ഉണ്ടാവുന്നതും ഐസ് ഏജസ് ഉണ്ടാവുന്നതും ഒക്കെ നമ്മളെ ഭൂമിയിലെ ചരിത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്യൂൺ ചെയ്തോ അല്ലെങ്കിൽ സംവിധാനം ചെയ്തതിന്റെ ഒന്നും അടിസ്ഥാനമല്ല. ഇതിങ്ങനെ ഓരോ ഐസ് ഏജ് ഉണ്ടാവുന്നു, ടോട്ടൽ എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നു, എല്ലാത്തരം സംഗതികളും ഉണ്ടാവും. അതുപോലെ തന്നെ ദ ഗ്രേറ്റ് ഓക്സിജൻ ഇവന്റ്. ആദ്യം നമ്മളുടെ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 0.001% ആയിരുന്നു. അനോറോബിക് ബാക്ടീരിയ ഒക്കെ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ അന്ന് ബാക്ടീരിയ ഉണ്ടോ എന്നറിയില്ല, അനോറോബിക് ആണ് ലൈഫ്. ഒരു 4.2 to 2.5 ബില്യൺ ഇയേഴ്സ്. ഗ്രേറ്റ് ഓക്സിജൻ എവന്റ് നടക്കുന്നത്, അതായത് ഓക്സിജന്റെ വരവ് എന്ന് വേണമെങ്കിൽ പറയാം, 2.5 ആണ്. സൈനോ ബാക്ടീരിയ അവിടെ ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ അത് അവർ ചെയ്തു തുടങ്ങിയപ്പോഴാണ് 0.1 to 1% ഓക്സിജൻ വരുന്നത്. അത് 2.5 250 കോടി വർഷത്തിന് മുന്നേ. കാർബോണിഫറസ് എന്ന് വെച്ചാൽ 32-29 കോടി വർഷം. അന്ന് ആയപ്പോഴത്തേക്ക് 35-36% വരെ ആയി എന്നാണ് പറയുന്നത്. ഓക്സിജൻ ഭയങ്കര ഓക്സിജൻ റിച്ച് ആയി. അന്നത്തെ ഒരു ജീവിയാണ് എന്നാണ് ഈ കാണുന്ന തുമ്പി, മഗ്നേറ മെഗാനറ. ഒരു മനുഷ്യനുമായിട്ട് ഒരു 6 അടി 1.8 മീറ്റർ പൊക്കമുള്ള ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ ആ തുമ്പിയുടെ വലിപ്പം നോക്കുക. ഒരു വലിയ മുറത്തിന്റെ അത്രയുണ്ട്, ഒരു ഡ്രോണിന്റെ അത്രയുണ്ട്, അല്ലേ വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇത് പലരും പറയുന്നത് ഭൂമിയുടെ കൊണ്ടുവന്ന് അവിടെ കൃത്യമായി വെച്ചത് കൊണ്ടാണ് ജീവൻ ഉണ്ടായെന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഡീബങ്കിങ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ എല്ലാം നോക്കുക. ഈ മാസിന്റെ അറ്റ്മോസ്ഫിയർ ആണ് പ്രധാനമായിട്ട്. അറ്റ്മോസ്ഫിയർ എത്ര തിന്നാണ്, തിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി. ഈ അറ്റ്മോസ്ഫിയർ നോക്കൂ, നമ്മുടെ നോക്കൂ, വീനസിന്റെ അറ്റ്മോസ്ഫിയർ നോക്കൂ. വീനസിന്റെ അറ്റ്മോസ്ഫിയർ കട്ടി അറ്റ്മോസ്ഫിയർ ആണ്. കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടി. നമ്മളെ 92, അതായത് ഇവിടെ ഉള്ള മർദ്ദത്തിന്റെ, അന്തരീക്ഷ മർദ്ദത്തിന്റെ 92 ഇരട്ടിയാണ് ഇവിടുത്തെ മർദ്ദം. ഭയങ്കര സംഭവമാണ്, ചിന്തിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ ഇവിടെ ഉള്ളതിന്റെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഈ ടെമ്പറേച്ചർ അകലം മാത്രമല്ല, ഈ അന്തരീക്ഷം, ഈ പറയുന്ന ഈ സംഗതിയാണ് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ, മർദ്ദം, ചൂട്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയാറില്ലേ, അതാണ് നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. ഇവിടെ ഈ കാണുന്നത് നോക്കൂ, ഇവിടുത്തെ ടെമ്പറേച്ചറും പ്രഷറും കുറവാണ്. കാരണം ഹീറ്റ് ട്രാപ്പ് ചെയ്യാനായിട്ടുള്ള സംഗതികൾ ഇവിടെ ഇല്ല. അതാണ് ഒരു കോൾഡ്, വളരെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -50 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ആവറേജ് ടെമ്പറേച്ചർ ചൊവ്വയിലുള്ളത്. -100 അതിനൊക്കെ മേളിൽ പോകാം, പക്ഷെ പൊളാർ റീജിയനിലും നൈറ്റിലും ഒക്കെ പോകാം. പക്ഷെ ഒരു ആവറേജ് ടെമ്പറേച്ചർ ഓഫ് മാസ് എന്ന് പറയുന്നത് -50 ആണ്. പിന്നെ വേറെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഗ്രാവിറ്റിയുടെ വ്യത്യാസമുണ്ട്, പ്രഷറിന്റെ വ്യത്യാസമുണ്ട്, എല്ലാം പോട്ടെ. ഇവിടുത്തെ നമ്മുടെ നോക്കൂ, നമ്മുടെ കയ്യിൽ നമ്മളെ പോലൊരു ജീവനുണ്ടായി. തിരിച്ചാണ് ആർക്കേണ്ടത്. അതായത് ഫൈൻ ട്യൂൺ ചെയ്തൊരു സംഗതി ഉണ്ടാക്കി എന്നല്ല പറയുന്നത്, ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതാണ്. അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് പൊതുവായ അർത്ഥത്തിൽ. ഇവിടെ നോക്കുക, എർത്തില് 0.03%, അത് ഒരു ശതമാനമില്ല, 1% തന്നെ 300-1 അതാണെന്ന് തോന്നുന്ന കണക്ക്. അത്രയും ശതമാനം മാത്രമാണ് CO2 ഇവിടെ ഉള്ളത്. ഇതേപോലെ 96% CO2 ആണ് ഇവിടെ ഉള്ളത്, വീനസിലുള്ളത്. 96% CO2 ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് ഇവിടെ ഉണ്ടാവില്ല,
പക്ഷെ CO2 10%-ലധികമൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. എർത്തിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അന്ന് ഓക്സിജൻ ആരും ആയിരുന്നില്ല. ഓക്സിജൻ ഒന്നും അല്ലായിരുന്ന ഒരു കാലഘട്ടം, ഓക്സിജൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവോൾവ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. നോ ട്യൂണിങ്. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന ഈ ഗ്യാസ് ഇതിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കട്ടിയാണ്. അതുകൊണ്ടാണ് ഈ 420 ഡിഗ്രി ആവറേജ് ടെമ്പറേച്ചർ വരുന്നത്. ഡേ ടൈം ടെമ്പറേച്ചർ വീനസിൽ 476 ഡിഗ്രി ഒക്കെ വരാറുണ്ട്. ഭൂമിയുടെ മൊത്തത്തിലുള്ള ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ പറയുന്നത് 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ആവറേജ് പറയുന്നത്. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ല, ഈ അന്തരീക്ഷത്തിലെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് അറ്റ്മോസ്ഫിയർ ഭൂമി ഒരു -18 ഡിഗ്രി ആയിരിക്കും ഭൂമി. അതായത് ഭൂമി ഒരു തണുത്ത ഗ്രഹമാണ്. -18 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാമല്ലേ, 0 ആണല്ലോ ഫ്രീസിങ്. -18 ഡിഗ്രിയാണ് ഭൂമിക്ക് ഈ കവചം, അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന കവചം ഇല്ലെങ്കിൽ ഭൂമിയുടെ ടെമ്പറേച്ചർ അത്ര അകലെയാണ്. അതായത് ഇവർ ഈ ഭൂമി കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നില്ലേ, ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -18 ആവറേജ് ടെമ്പറേച്ചറും മിക്കവാറും പോളാർ റീജിയനിലും മറ്റു പല സ്ഥലങ്ങളിലും നൈറ്റിലും ഒക്കെ -50 -70 ഒക്കെ വരേണ്ടതാണ്. ഭൂമിയിൽ തന്നെ പലപ്പോഴും ഈ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ആ തണുപ്പ് മനസ്സിലാകുന്നുണ്ടല്ലേ, വലിയ തണുപ്പല്ലേ. ഈവൻ എവറസ്റ്റിന്റെ മേളിലും അല്ലെങ്കിൽ K2 ഒക്കെ മേളിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് -40 -30 -50 ഒക്കെയാണ് ആവറേജ്. അതാണ് അവിടുത്തെ അവസ്ഥ. ഇവിടെയാണോ ഫൈൻ ട്യൂണിങ്? ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, ഈ ഇത്രയും വലിയ ട്യൂൺ ചെയ്ത് ഭൂമി ഇങ്ങനെ ഒരുക്കി സംവിധാനിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭൂമിയിൽ എത്ര സ്ഥലത്താണ് ഈ മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്നത്? ഈ മൗണ്ടൻ ടോപ്പുകളും പീക്കുകളിലും ഒക്കെ ഈവൻ ബാക്ടീരിയകളുടെ സാന്നിധ്യം തന്നെ വളരെ വളരെ അപൂർവമാണ്. എവറസ്റ്റിന്റെ മേളിലെ ബാക്ടീരിയയെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെ ഞാൻ ഈ അടുത്തിടെ വായിക്കുന്നത്. ഇല്ല എന്ന് പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും അവയുടെ സാന്നിധ്യം അത്ര ഫ്രീസിങ് കോൾഡ് ആണ് അവിടെ. അതായത് ഹാബിറ്റബിൾ ലാൻഡ് എന്ന് പറഞ്ഞാൽ 11 to 12% മാത്രമാണ് ഉള്ളത് ഭൂമിയിൽ. എന്ത് ഫൈൻ ട്യൂണിങ്! ഇതിനൊക്കെ ഫൈൻ ട്യൂണിങ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഫൈൻ ട്യൂണിങ് ആണ്. വായി തോന്നുന്നതും കണ്ണി കാണുന്നതും എല്ലാം ഫൈൻ ട്യൂണിങ് ആണ്. ഇതൊക്കെ ഒരു രീതിയിൽ അങ്ങ് ഒത്തുപോകുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓഷൻ സെൻസീസ് 71%. അതായത് ഉപരിതലത്തിന്റെ 71% സമുദ്രവും മറ്റ് മഹാസമുദ്രങ്ങളൊക്കെ. ഡെസേർട്സ് 6 to 7%, മൗണ്ടൻസ് 7%, ഐസ് ക്യാപ്സ്, പോളാർ റീജിയൻസ് 3%, other uninhabitable land 1 to 2%, habitable land 11 to 12%. ഇതാണ് സംഭവിക്കുന്നത്. അപ്പം ഇതാണ് ഈ മൊത്തത്തിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. എനിക്കറിയാൻ കഴിയുന്നില്ല ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ചുമ്മാ അതങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും ഈ 9 പേര് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്തത് 9 ആണോ അതോ സ്ഥിരമായിട്ട് ഓൺലി 9 people? ഇതിന്റെ കമന്റ് എന്ത് ചെയ്യും? കമന്റ് എല്ലാം കിടക്കും. Why on earth is not tidal locked by sun like moon by earth? ആ ഡിസ്റ്റൻസ് തന്നെയാണ്. മൂണിന്റെ ടൈഡൽ ലോക്കിന്റെ ഒരു പ്രധാന കാരണം സോ ചെറിയ സംഗതിയാണ്, പക്ഷെ നമ്മളോട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അത്രയും ഇത് വരുന്നത്. നമ്മളുടെ ഈ ഭ്രമണം, ഏറ്റവും കൂടെ ആക്സിയൽ ടിൽറ്റ് നമ്മളെ അടിച്ചുറപ്പിച്ചിരിക്കുന്ന ആണിയാണ്. ഞാൻ ഒരിക്കലും ഒരു ലൈവ് ചെയ്തത് ചന്ദ്രൻ ഇല്ലാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു. വളരെ ഇന്നത്തെ ഒരു ഭൂമിയോ ഇന്നത്തെ ഒരു ജീവിതം ഉണ്ടാവില്ല. ഇപ്പം ചന്ദ്രൻ ഒരു ദിവസം ഇപ്പൊ ജസ്റ്റ് വാനിഷ് ആവുകയാണെങ്കിൽ തന്നെ നമ്മളെ ഈ ബയോ ലൈഫിനെ തന്നെ വലിയ തോതിൽ ബാധിക്കും. ഇത്ര അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ ഇറ്റ് വെരി വെരി ഇൻസിഗ്നിഫിക്കൻറ്റ്. 3,80,000 കിലോമീറ്റർ അകലെയാണ്. വളരെ അടുത്താണ്. കേൾക്കാം, എവിടെയോ കേൾക്കാം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ട്. അത് എവിടെയായിരുന്നു?
6 പരിപാടി തുടങ്ങുന്ന ഒരു 4-5 മിനിറ്റ് ലൈവ് ചാറ്റ് ബോക്സിലേക്ക് ഇടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ആരാ അവിടെ വന്ന് ചെന്ന് പറയുക? ഇതിപ്പോ ആരും ഇല്ലേ? വിൽ സമ്മൺ ഹാസ് ഹിസ് നമ്പർ ആൻഡ് റിംഗ്. ഓക്കെ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സംസാരിച്ചു. അപ്പൊ ഹൂയി ശബ്ദമില്ല സർ, നോ സൗണ്ട്. ഇനി ഇതെല്ലാം വീണ്ടും പറയണമല്ലോ. നോ സൗണ്ട്, നോ സൗണ്ട്, നോ സൗണ്ട്, നോ സൗണ്ട്. ഓക്കെ, എന്തായാലും ഈ ചോദ്യങ്ങളൊന്നും ഞാൻ ഇതും കാണുന്നില്ല. കുറെ ചോദ്യങ്ങളൊക്കെ കിടക്കുന്നു. അങ്ങനെ അവസാനം ഇന്ന് മീഡിയ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ജെഫ്രി എപ്സ്റ്റീനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ലിങ്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. ക്യാരറ്റ് തോട്ടങ്ങൾ കാവ്യവൽക്കരിക്കപ്പെടുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ പേപ്പർ ഡസ് അഫർമേറ്റീവ് ആക്ഷൻ റെഡ്യൂസ് പ്രൊഡക്ടിവിറ്റി ഇൻ കേസ് ഓഫ് സ്റ്റഡി ഓഫ് ഇന്ത്യൻ റെയിൽവേസ്? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണല്ലോ. India has enough resources to take care of people living in slums and children exploited for... അവിടെ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വായിച്ചാണ്. India has enough resources to take care of people living in slums and children exploited for begging. Okay, why not government one sweeping policy for their shelter and livelihood? Yes, that's a very pertinent question. യുദ്ധാനന്തര റഷ്യയിൽ പുട്ടിന്റെ സ്ഥാനം എന്തായിരിക്കും? യുദ്ധാനന്തര റഷ്യ വരട്ടെ എന്നിട്ട് സംസാരിക്കാം. ഇപ്പോ ഒരു സയൻസ് ഈസ് വെരി സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി കൺസോൾഡേറ്റഡ് ആണെന്നുള്ള ഒരു ഇംപ്രഷനാണ് പുറത്തുള്ളത്. ലെറ്റ്സ് വെയിറ്റ്. ഇരുവശത്തും വലിയത്. കാരണം ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധത്തെ കുറിച്ചൊന്നും ഈ പറയുന്ന പറയാൻ കഴിയില്ല. ഇപ്പം ഈ പൊക്രോസ്കോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് യുക്രൈനില്. അത് ഏതാണ്ട് സുമാർ 1.25 വർഷത്തിന് മുമ്പ് റഷ്യ കൈയടക്കി എന്ന് പറഞ്ഞ് വലിയ വാർത്ത വന്നതാണ്. കഴിഞ്ഞ മാസം വീണ്ടും അത് കൈയടക്കിയിരിക്കും. പിന്നെ പറയുന്നു അത് കൈയടക്കിയിട്ടില്ല. പിന്നെ പറയുന്നു അതിനകത്ത് കുറച്ച് വാൻറ്റേജ് പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഈ റഷ്യൻ ടെലഗ്രാം ചാനൽസ് അതേപടി ഇവിടെ തട്ടുന്ന ടീമുകളാണ് ഈ പല ഞാൻ നോക്കിയിട്ടുണ്ട്. അത് അതേപോലെ കൊണ്ട് തട്ടുക. ഈ വർഷം ഇന്ത്യ പാക് സംഘർഷത്തിൽ വ്യക്തമായ ഒരു വിജയമുണ്ടോ? ഇരു ഭാഗങ്ങളും പരസ്പരം വിജയം ആഘോഷിക്കുന്നു, എന്നാൽ യഥാർത്ഥ വിജയം ഇരുഭാഗത്തും ഇല്ല എന്ന് CNN, BBC ചാനലുകൾ പറയുന്നു. എന്താണ് ഈ വിജയം? യുദ്ധത്തിൽ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യാഡ് സ്റ്റിക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലേ വിജയം തോൽവിയോ പറയാൻ പറ്റും. അല്ലാതെ യുദ്ധത്തിൽ എന്താണ് വിജയം? ഇപ്പൊ റഷ്യ യുക്രൈൻ വിജയം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റഷ്യക്കാണ് കൂടുതൽ ലാൻഡ് പിടിച്ചത്. എന്നാൽ റഷ്യ ചെലവാക്കിയ റഷ്യയുടെ എഫേർട്ടും പെയിനും അവരൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും എല്ലാം വെച്ച് ഇത് കോമ്പൻസേറ്റ് ആകുമോ എന്ന് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതൊരു ആക്രമണകാരി എന്ന നിലയിൽ ഒരു സൈന്യമില്ലാത്തൊരു രാജ്യത്തിന്റെ മേളിൽ ഇത്രയും കഴിഞ്ഞുള്ളൂ 4 വർഷമായിട്ട് എന്ന് പറയുമ്പോൾ അത് വിജയമാണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോയി. ഇപ്പൊ ഓരോരോ ഘട്ടത്തിൽ ഇപ്പം ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം, നമ്മള് ഈ ടെറർ ക്യാമ്പുകളെല്ലാം സ്ട്രൈക്ക് ചെയ്തു, കൃത്യമായിട്ട് സ്ട്രൈക്ക് ചെയ്തു, അതിനെല്ലാം തെളിവുണ്ട്. പിന്നെ അവരെ എയർബേസുകൾ 10-15 നമ്മൾ സ്ട്രൈക്ക് ചെയ്തു, അതിനും തെളിവുണ്ട്. പിന്നെ എന്താണ് ഈ വിജയത്തിന്റെ കാര്യത്തിൽ എന്താണ് സംശയം? പിന്നെ ഇന്ത്യയുടെ പ്ലെയിനുകൾ അടിച്ചിട്ടു എന്നാണ് പറയുന്നത്. ഇന്ത്യ അവരുടെ പ്ലെയിനുകൾ അടിച്ചിട്ടു എന്നും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്ലെയിൻ ഡിപ്പാർട്ട്മെന്റിൽ എയർഫോഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഫൈറ്റർ പൈലറ്റ് പ്ലെയിൻസ് ആണ് കൂടുതലും നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് 1965 യുദ്ധം നോക്കിയാലും 1971 ഇൻഡോ ബംഗ്ലാദേശ് യുദ്ധമാണെങ്കിലും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പ്രോആക്റ്റീവ് ആണ് നമ്മുടെ എയർഫോഴ്സ്. അങ്ങോട്ട് ഇന്ന് അടിക്കാന്നല്ല, മറിച്ച് റെസ്പോൺസീവ് ആണ് ശരിക്കും പാകിസ്ഥാൻ എയർഫോഴ്സ്. 65 കാര്യം തന്നെ നോക്കുക. പാകിസ്ഥാൻ എയർഫോഴ്സും നമ്മൾക്ക് എയർഫോഴ്സിന് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം വളരെ ഇൻഡിപെൻഡന്റ് സോഴ്സുകളിൽ നോക്കിക്കഴിഞ്ഞാലും കൂടുതൽ നമ്മുടെ വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മളാണ് കൂടുതൽ കയറി ആക്രമിച്ചു പിടിക്കുകയും മറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും വിട്ടുകൊടുക്കുകയും എല്ലാം ചെയ്യുന്ന നമ്മളാണ്. പാകിസ്ഥാൻ എയർഫോഴ്സ് ആദ്യം ഈ ഇങ്ങോട്ട് വരുന്ന എയർഫോഴ്സിനെ ഒന്ന് തടുക്കാനായിട്ട് ശ്രമിക്കും. അതിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് ക്യാച്ച് കിട്ടാം. അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഒരു ചരിത്രപരമായിട്ടും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു യുദ്ധത്തിന്റെ ഫലത്തിലോ ഇന്ത്യയുടെ സുപ്പീരിയോറിറ്റിക്കോ യാതൊരു വിധ ഇത് ഉണ്ടാക്കിയിട്ടില്ല.
അത് അങ്ങനെ തന്നെയാണ് ചരിത്രം. ഇപ്പോഴത്തെ കാര്യത്തിൽ അത്രയും പോലും അതിന്റെ 100-1 പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി ഒന്നും ഉണ്ടായില്ല. എന്നാൽ അവരെ എയർ ഡിഫൻസ് സിസ്റ്റം, അവർക്ക് പലതും ഈ നമ്മുടെ മിസൈലുകളിനെ തടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് എന്താ സംശയം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ വാദങ്ങൾ ഉന്നയിക്കാം, വിമാനം വീണു എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കാം. ഇപ്പം വിമാനം വീണു എന്നുള്ള വാദം തന്നെ ഇപ്പോ വീണ്ടും ഡൗട്ടായിരിക്കുകയാണ്. വിമാനം വീഴുന്നതിലല്ല യുദ്ധത്തിന്റെ വിജയവും പരാജയവും. അത് ഒരു തെറ്റായ കൺസെപ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1971 ബംഗ്ലാദേശ് യുദ്ധം ജയിച്ചത് പാകിസ്ഥാനാണ് 100%. കാരണം ഇന്ത്യൻ എയർഫോഴ്സിനാണ് കൂടുതൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. ബംഗ്ലാദേശ് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട, ഇന്ത്യൻ എയർഫോഴ്സിന് നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ എണ്ണം പാകിസ്ഥാൻ എയർഫോഴ്സിന് നഷ്ടപ്പെട്ട ഒന്ന് അടിച്ചു നോക്കൂ. ഇന്ത്യക്കാണ് നഷ്ടം കൂടുതൽ. എന്നിട്ട് ആ യുദ്ധം ആരാ ജയിച്ചേ? 90,000-ഓളം വരുന്ന സൈനികർ ഇന്ത്യൻ പട്ടാള മേധാവിയുടെ മുന്നിൽ എഴുതി സൈൻ ചെയ്ത് തോറ്റു എന്ന് എഴുതി കൊടുത്ത് പിൻവാങ്ങിയ യുദ്ധമാണ്. ഒരു രാജ്യം പുതുതായിട്ട് ഉണ്ടായ ഒരു യുദ്ധമാണ്. 90,000 ആയിക്കോട്ടെ, എന്തായാലും അങ്ങനെ അവിടെ ഒരു സൈനിങ് നടന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് നടന്നിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യം തന്നെ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നു. What is the difference between society of Australia, US and United Kingdom? What is the difference between society? ഇതെല്ലാം ബേസിക്കലി ഒരേ ടീമുകളാണ്. അതിന്റെ വലിയ ഒരേ ഒരു മ്യൂട്ടേറ്റഡ് വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ലൈഫ്, യൂറോപ്യൻ ലൈഫാണ്. Sir, out of 192 countries, only 31 countries have complete freedom. It includes everything: freedom of religion, individual freedom, economic freedom, political freedom, digital freedom. 31 countries. ഓക്കെ, അതിലെല്ലാം ഒരു ഹൈബ്രിഡ് ആയിരിക്കും. പല പാകിസ്ഥാൻകാർ പറഞ്ഞു ഞങ്ങളുടെ ഹൈബ്രിഡ് ആണ്, ആർമി ഓഫീസറാണ് തീരുമാനിക്കുന്നത്, ഡിഫൻസ് മിനിസ്റ്ററേക്കാൾ പ്രധാനമായിട്ട്. ഓക്കെ, പല കണക്കുകളുണ്ട്. ഇന്ത്യയിലെ ഡെമോക്രസിയെ കുറിച്ച് തന്നെ ഒരു കണക്ക്, ഞാൻ ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രസി ഇന്ത്യൻ ഡെമോക്രസിയാണെന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ കണക്കിൽ, വെസ്റ്റേണേഴ്സിന്റെ ഒക്കെ കണക്കിൽ, പല ആർട്ടിക്കിൾസിലൊക്കെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഒരു ഡെമോക്രസി ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. 150 കോടി ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയൊക്കെ പോകുന്നു. പക്ഷെ അമേരിക്കൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പക്കാ ഡെമോക്രസി എന്നാണ്. ശരിയാണ്, ചില ഡെമോക്രസികളൊക്കെ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ്. ലൈക്ക് ബ്രിട്ടീഷ്, യൂറോപ്യൻ ഒക്കെ അവര് നമ്മളെക്കാൾ മുന്നിലാണ്. പക്ഷെ അവിടുത്തെ ഇക്വേഷൻസ് അല്ല നമ്മളെക്കാൾ. ഇക്വേഷൻസ് വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് 7 പേരെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞാൻ ഇനി ചോദ്യങ്ങൾ, ആദ്യത്തെ വുമൻ US പ്രസിഡന്റ് ഡെമോക്രാറ്റ് ആയിരിക്കില്ല, ഉറപ്പായും ഒരു റിപ്പബ്ലിക്കൻ ആയിരിക്കും. ഒരു മാർഗരറ്റ് താച്ചർ കൈൻഡ് ഓഫ് ഫിഗർ. വാട്ട് യു തിങ്ക്? ഓക്കെ, അതൊരു വാലിഡ് ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഐ ഡോണ്ട് നോ. ഡോക്ടറെ കാണാൻ മാസങ്ങൾക്ക് മുന്നേ അപ്പോയിന്റ് എടുക്കേണ്ട, ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന ഗതി വരുമോ? ഹിറ്റ്ലർ. അമേരിക്കൻ ജയൻസ് കേരളത്തിൽ ആശുപത്രികൾ ഏറ്റെടുക്കുന്നു, അമേരിക്കൻ ഹെൽത്ത് സിസ്റ്റം ആൻഡ് ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ, എന്താണ് വിഷയം? അമേരിക്കൻ ജയൻസ് ഇവിടെ വന്ന് ഇൻഷുറൻസ് സെക്ടറും ഹോസ്പിറ്റൽ സെക്ടറും ഏർപ്പെടുത്തുകയും നമ്മുടെ നിയമങ്ങൾക്ക് വിധേയമായി ഇവിടെ തൊഴിൽ ചെയ്തു, വ്യവസായം നടത്തി, ജോലി കൊടുത്തു, ഇവിടുത്തെ ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലല്ലേ? ഇതിനല്ലേ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഇവിടെ ഉള്ള സാധനങ്ങൾ അവർ ഏറ്റെടുത്താലും അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. റെഗുലേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓസ്ട്രിയൻ പെയിന്റർ എന്ന ടേം വൻ ട്രെൻഡിങ് ആണ്. ഹിറ്റ്ലറെ കുറിച്ച് എന്താണ് ട്രെൻഡിങ്? ഈയിടെ നടന്ന വോട്ട് തിരിമറി ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ സാർ? ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതല്ലേ? എന്താണ് സാറിന്റെ അവലോകനം? ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇലക്ഷൻ ഡ്യൂട്ടി അതായത് ആദ്യം പറഞ്ഞിരുന്നത് വോട്ടിംഗ് മെഷീനിലെ തിരിമറിയാണ്. ഇപ്പൊ അത് ഉന്നയിക്കുന്നില്ല. ഞാൻ അതിനുള്ള സാധ്യതകളെ കുറിച്ച് 2 ലൈവ് തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ വർഷം, അതിന്റെ അങ്ങേ വർഷം ചെയ്തു.
ഇപ്പോ വോട്ടിംഗ് മെഷീനെ കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകളാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് അത് ഒരു സത്യമാണ്. വോട്ടേഴ്സ് ലിസ്റ്റില് അതൊരിക്കലും ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഒരു കാലത്തും ഒരു സമയത്തും എപ്പോൾ എടുത്തു നോക്കിയാലും അതിനകത്ത് കുറെ ഇല്ലാത്തവരുണ്ടാവും, മരിച്ചവരുണ്ടാവും, മാറിപ്പോയവരുണ്ടാവും, പേര് തെറ്റിക്കിടക്കുന്നവരുണ്ടാവും, ഫോട്ടോ തെറ്റിക്കിടക്കുന്നവരുണ്ടാവും, ഫാൻസി നെയിംസ് ഉണ്ടാവും. അതങ്ങനെയാണ് ഇപ്പോഴും ഇതുവരെ ഉള്ളത്. അത് മാറ്റണം. അത് മാറ്റാൻ ആര് ശബ്ദിക്കുന്നു അതിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത്. അതിനകത്ത് സംശയമൊന്നുമില്ല. നമ്മൾ കൂടുതൽ പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ തെറ്റ് കാണുന്ന അല്ലെങ്കിൽ ക്രമക്കേട് കാണുന്നു എന്നുള്ളത് എപ്പോഴായാലും ഉണ്ടാവും. അതിനിപ്പം ഏത് ഗവൺമെന്റ് വന്നാലും ഒരു 30 വർഷത്തിന് മുമ്പുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്താൽ അതിനേക്കാൾ തെറ്റുകൾ കണ്ടേക്കാം ഒരു പക്ഷേ. അത് മാറ്റണം. അതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണ് തിരിമറി എന്ന് പറയുന്നത്? വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകൾ ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി സ്ഥിരമായി ജയിക്കുന്നു എന്നാണെങ്കിൽ അങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല. വെറുതെ ആരോപണം. ഇപ്പൊ ആരോപണങ്ങൾ ഓരോരുത്തർ എല്ലാവർക്കും ഉന്നയിക്കാമല്ലോ. ആരോപണം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇപ്പൊ എന്തുകൊണ്ട് ബംഗാളില് മമത ജയിക്കുന്നു നോക്കുമ്പോൾ നമുക്കൊരു 100 തിയറി അവതരിപ്പിക്കാം. ബംഗ്ലാദേശിലുള്ള വോട്ട് ഇപ്പൊ പറയുന്നത് ബംഗ്ലാദേശിലുള്ള വോട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ തിയറികൾ അവതരിപ്പിക്കാം. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എന്തുകൊണ്ട് സ്റ്റാലിൻ ജയിക്കുന്നു, കേരളത്തിൽ ഇങ്ങനെ റിസൾട്ട് വരുന്നു, എങ്കിൽ ഈ തിരിമറി നടത്തുന്ന എന്തുകൊണ്ട് BJPക്ക് 3ാമത്തെ ടേമില് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല, എങ്ങനെ കോൺഗ്രസിന് 100 സീറ്റോളം കിട്ടി? ഇതൊക്കെ ചോദ്യമല്ലേ. അപ്പൊ ഈ 100 സീറ്റ് കിട്ടിയത് തിരിമറി കാരണമാണോ, അതോ 50 സീറ്റിൽ കുറഞ്ഞത് തിരിമറി കാരണമാണോ, അതോ ഭൂരിപക്ഷം BJPക്ക് NDAക്ക് കിട്ടാതിരുന്നത്, NDAക്ക് കിട്ടി BJP കിട്ടാതിരുന്നത് തിരിമറി കാരണമാണോ? BJP തോറ്റ സ്റ്റേറ്റുകളിലൊക്കെ തിരിമറി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും കൂടെ വേണമല്ലോ. കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും ഒക്കെ, ജാർഖണ്ഡ് അല്ലല്ലേ, ഛത്തീസ്ഗഡ്, അതൊക്കെ ഉണ്ട്. അതായത് ഇതുമായിട്ട് ബന്ധിക്കാൻ കഴിയണം. ഈ തിരിമറി കൊണ്ട് ഇന്ന പാർട്ടി ജയിച്ചു, ഇന്നടത്ത് ജയിച്ചു എന്ന് 1-to-1 കോറിലേഷനോടെ ഘടിപ്പിക്കാൻ കഴിയാത്തുള്ളത് കേവലമായ ആരോപണങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അത് തിരിമറി വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, അതുകൊണ്ട് ഇന്ന പാർട്ടി ജയിച്ചു എന്നാണെന്നുണ്ടെങ്കിൽ ജയിച്ച എല്ലാവർക്കും അത് ബാധകമാണ്. അത് പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ബാധകമാണ്, പ്രതിപക്ഷ ഗവൺമെന്റുകൾക്കും ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. അങ്ങനെയല്ല എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഇന്ന എടുത്ത് ഇന്നവർക്ക് വോട്ട് ചെയ്തു അതുകൊണ്ട് ഇന്ന ജയിച്ചു. അതൊരിക്കലും തെളിയിക്കാനും പോകുന്നില്ല. അതൊരു സയൻസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഫാൾസിഫയബിലിറ്റി എന്ന് പറയുന്ന സാധനമാണ്. ഒരു കാര്യം നിങ്ങളൊരു ക്ലെയിം നടത്തി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും. ഈ ഒരു ആരോപണങ്ങളൊക്കെ വെറുതെ ഈ ഒരു സാഹിത്യകൃതി നല്ലതാണ് മോശമാണ് എന്നൊക്കെ പറയുന്നത് പോലെ ലെവലിലുള്ള ഒരു ആരോപണം മാത്രമാണ്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്ന് തെളിയിച്ചതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി വിശുദ്ധമോ ഏതെങ്കിലും ഒരു പാർട്ടി അവിശുദ്ധമോ ആകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അതേപോലെയാണ്. പിന്നെ മറ്റൊരെന്താണ് പറഞ്ഞ ബാലറ്റിലൂടെ ഇലക്ഷൻ നടത്തിയ, അത് അന്ന് പറഞ്ഞത്, ഇപ്പൊ അത് പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടില്ല. ബാലറ്റിലൂടെ ഇലക്ഷൻ നടത്തിയ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച തെളിവാണ് ഷബാസ് ഷെരീഫ് ഇപ്പൊ പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഇമ്രാൻഖാൻ ജയിലിൽ കിടക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഇത്രയും സമയമായി, ഞാൻ ആകെ ഖരാവാണെന്ന് തോന്നുന്നു ഇന്നത്തെ ലൈവ്. കുഴപ്പമില്ല, ഞാൻ ഇവിടെ 9 പേരെയാണ് കാണുന്നത്. എന്തായാലും ആരൊക്കെയോ ഉണ്ട്. കലങ്ങി മറിയുന്ന കേരള രാഷ്ട്രീയത്തെ പറ്റി ലൈവ് ചെയ്യാമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ? ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ തിങ്കളാഴ്ച ഈ ശബ്ദമൊക്കെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിന് മുന്നേ ഒരു ലൈവ്, ഒരു ടെസ്റ്റ് ലൈവ് ഒക്കെ നടത്തിക്കൊണ്ട് വരാം. അപ്പം തിങ്കളാഴ്ച വീണ്ടും കാണാം. ഞായറാഴ്ച ഒരു ഡിബേറ്റ് ഉണ്ട്, ജ്യോതിഷം ശാസ്ത്രീയം, പന്തളത്ത് വെച്ചാണ്. എല്ലാവരും സാധനം ചെയ്യുന്നു, എസെൻസിന്റെ ആണ്.